ഓർത്തഡോക്സ് ടിവിയുടെ ദർപ്പണം എന്ന ഈ പ്രോഗ്രാമിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ദർപ്പണം എന്ന ഈ പ്രോഗ്രാമിൻ്റെ ഒരു പുതിയ ഇതൾ ഇന്നിവിടെ വിരിയുമ്പോൾ നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് ദേശീയ അന്തർദേശീയ സിനിമാ വേദികളിൽ നിറസാന്നിധ്യമായി നിൽക്കുന്ന സംവിധായകൻ, എഴുത്തുകാരൻ, ഗ്രന്ഥകാരൻ, ഫിലിം ക്രിട്ടിക്, അന്തർദേശീയ ഫിലിം അവാർഡ് കമ്മിറ്റികളിലെ ജൂറി അംഗവും കൂടിയായ ബഹുമാനപ്പെട്ട പ്രൊഫസർ മധു ഇറവങ്കര. ഓർത്തഡോക്സ് ടിവിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി സവിനയം ബഹുമാനപ്പെട്ട മധു സാറിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സാർ. ഇപ്പോൾ ഇവിടെ അബുദാബിയിൽ എത്തിയിരിക്കുന്നത് അബുദാബിയിൽ നടക്കുന്ന രാജ്യാന്തര ചലച്ചിത്രമേളയിലെ ജൂറി അംഗമായിട്ടാണ്. ഒരുപാട് രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുള്ള, ഒരുപാട് വേദികൾ കണ്ടിട്ടുള്ള അങ്ങേക്ക് അബുദാബിയിലെ ഫിലിം ഫെസ്റ്റിവലിനെ പറ്റി ഒന്ന് വിലയിരുത്താമോ? അങ്ങയുടെ അഭിപ്രായങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവയ്ക്കാം. ഞാൻ ഗൾഫ് നാടുകളിൽ ആദ്യമായിട്ട് പങ്കെടുക്കുന്ന ഒരു അന്തർദേശീയ ചലച്ചിത്രോത്സവമാണ് അബുദാബി ഫിലിം ഫെസ്റ്റിവൽ. ഗൾഫ് നാടുകളെന്ന് പറഞ്ഞാൽ ദുബായ് മാത്രമേ മറ്റൊരു ഫെസ്റ്റിവലുള്ളൂ. അപ്പോൾ നമ്മൾ ഇൻ്റർനാഷണൽ സർക്യൂട്ടിൽ വരുന്ന ഫെസ്റ്റിവലുകളിൽ ഏഴാമത് അന്തർദേശീയ ചലച്ചിത്രോത്സവമാണ് ഇപ്പോൾ ദുബായിൽ നടക്കുന്നത്. ദുബായിലെ മേളയിലെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് ഇതൊരു വളരെ പോഷായിട്ട് നടത്തുന്ന ഒരു ഫെസ്റ്റിവലാണ്. പൈസയ്ക്കൊന്നും ഒരു ക്ഷാമവും ഇല്ല, നല്ല പൈസയുടെ ഒക്കെ നല്ല ഒഴുക്കുണ്ട്. പക്ഷേ അതുകൊണ്ട് അവർ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യുന്നുമില്ല. അപ്പോൾ സാധാരണഗതിയിൽ ഈ പൈസയുടെ ഒരു പോഷനസ് വരുമ്പോഴത്തേക്ക് നമുക്ക് ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. പക്ഷേ ഇത് അവർ നമുക്ക് ഇപ്പോഴേ പ്രത്യേകിച്ച് അറബ് നാടുകളിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല ചിത്രങ്ങൾ, ഏറ്റവും പുതിയ ചിത്രങ്ങൾ, അതുപോലെ തന്നെ അന്തർദേശീയ ഫിലിം സർക്യൂട്ടിലെ പ്രധാനപ്പെട്ട ചിത്രങ്ങൾ, അതൊക്കെ ഗ്രാബ് ചെയ്ത് ഇവിടെ കൊണ്ട് പ്രദർശിപ്പിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. നല്ലൊരു സെലക്ഷനായിരുന്നു അവർ ഇതിൻ്റെ ലിസ്റ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ചും ഞങ്ങളുടെ ജൂറി പ്രധാനമായിട്ടും നോക്കിയത് അറബ് ഫിലിമുകളാണ്. ആ അറബ് ഫിലിമിൽ നല്ല പുതിയ വാഗ്ദാനങ്ങളും അതുപോലെ തന്നെ പഴയ ചലച്ചിത്രകാരന്മാരുടെ പുതിയ രചനകളും ഒക്കെയായി നല്ല ഒരു കാഴ്ച തന്നെയായിരുന്നു അറബ് ആ ഒരു പ്രത്യേക വിഭാഗത്തിൽ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത്. പക്ഷേ ഞാൻ മറ്റു ചിത്രങ്ങളും ധാരാളം ഉള്ള സമയത്ത് കാണാൻ ശ്രമിച്ചു. വളരെ മെച്ചപ്പെട്ട സെലക്ഷനായിരുന്നു എന്നുള്ളത് ഞാൻ സംശയം. അപ്പോൾ അക്കാര്യത്തിൽ ഒരു മേന്മയുടെ കാര്യത്തിൽ അത് ഒരു ഒന്നാംകിട അറബ് മേള തന്നെയായിരുന്നു. എവിടെയും കാണുന്നത് പോലെ ഒരു മലയാളി സാന്നിധ്യം ഇവിടെയും ഉണ്ടതായിട്ട് വാർത്തകളിൽ കേട്ടു. അതായത് ഒരു മലയാളം സബ്ജക്റ്റിനാണ്, മലയാളിയെ വെച്ച് ചെയ്ത ഒരു സബ്ജക്റ്റിനാണ് അവാർഡ് കിട്ടിയത് എന്ന് മാധ്യമങ്ങൾ കൂടി അറിയുവാൻ സാധിച്ചു. അതിനെപ്പറ്റി സാർ എന്ത് പറയുന്നത്? ഇല്ല, അങ്ങനെ ഒരു മലയാളി സാന്നിധ്യം ഒന്നും സിനിമയിൽ അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തില്ല. ഈ പറയുന്ന സിനിമ വേറൊരു ജൂറിയാണ് ആ സിനിമ, ഒരു സ്പെഷ്യൽ മെൻഷനായിരുന്നു. പിന്നെ ഒരു ഹിന്ദി ഫിലിമാണ്. പക്ഷേ ഹിന്ദി ഫിലിമിലെ ക്യാരക്ടർ ചിലപ്പം മലയാളി സാന്നിധ്യം ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം നമുക്ക് കാണാത്തതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു മലയാളി സാന്നിധ്യം ഇവിടെ അനുഭവപ്പെട്ടിട്ടില്ല. പക്ഷേ ഇന്ത്യൻ സിനിമയുടെ ഒരു ശക്തമായ സാന്നിധ്യം ഈ മേളയിലുണ്ടായിരുന്നു. കാരണം നമ്മുടെ ഇന്ത്യൻ സിനിമയുടെ 100-ാം വർഷം ആഘോഷിക്കുമ്പോൾ അവർ ഒരു പഴയ കുറേ ചിത്രങ്ങൾ, ഉദാഹരണത്തിന് ഗുരുദത്തിൻ്റെ പ്യാസ, ഋതിക് ഘട്ടകിൻ്റെ സുവർണരേഖ, ജാനു ബറുവയുടെ മഞ്ഞക്കിളി കതിരുകൊത്തി തിന്നുന്നില്ല, അപ്പോൾ അങ്ങനെ ഒരു 4-5 ചിത്രങ്ങൾ അവർ ആ ഒരു പാക്കേജിൽ ഉൾപ്പെടുത്തിയിരുന്നു. പിന്നെ പുതിയ മത്സര വിഭാഗത്തിൽ 3-4 ഇന്ത്യൻ ചിത്രങ്ങളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് അപർണ സെന്നിൻ്റെ ജുവലറി ബോക്സ് എന്ന് പറയുന്ന ഒരു ചിത്രം, അത് ഒരു ഇൻ്റർനാഷണൽ പ്രീമിയർ ഇവിടെ വെച്ചായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നു. സാർ ഇപ്പം പറഞ്ഞു ഇന്ത്യൻ സിനിമയുടെ 100-ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വർഷം ഇത് തുടങ്ങി വെച്ച 100 വർഷം മുമ്പ് ഉള്ള ഒരു തലമുറയെ തുടങ്ങി വെച്ചവരല്ല ഇപ്പോൾ ഇതിന്റെ പിന്നിൽ, ഈ ആഘോഷങ്ങളുടെ പിന്നിൽ 3-ാമത്തെയോ 4-ാമത്തെയോ തലമുറകളാണ്. ഈ തലമുറകൾക്കിടയിൽ വന്ന അന്തരങ്ങൾ, ഇതിനിടയിൽ വന്ന വളർച്ചകൾ, ഇതിനെപ്പറ്റി ഒരുപക്ഷെ ആധികാരികമായി ഇപ്പോൾ സംസാരിക്കാൻ കഴിയുന്ന ഒരാൾ അങ്ങാണ്. അതിനെപ്പറ്റി ഒന്ന് പറയും. ശരിയാണ് ഈ പറഞ്ഞത്. കാരണം 1913 രാജാ ഹരിചന്ദ്രയാണ് നമ്മുടെ ഒരു ചലച്ചിത്ര നിർമ്മാണത്തിന് തുടക്കം കുറിച്ചത്, ദുന്ദുരാജ് ഗോവിന്ദ ഫാൽക്കെയുടെ. അപ്പോൾ ഫാൽക്കെയുടെ ഒരു കാലഘട്ടം കഴിഞ്ഞിട്ട് ഒരു സൈലൻറ്റ് ഫിലിമിൻ്റെ ഒരു കാലഘട്ടം നിന്നു. അത് കഴിഞ്ഞ് ശബ്ദം, നമ്മുടെ അലമര എന്ന് പറയുന്ന ചിത്രത്തോടുകൂടി ശബ്ദം ഇന്ത്യൻ സിനിമയിലെത്തി. പിന്നീട് നമുക്ക് ഏതാണ്ട് 50-കളിലും 60-കളിലും ഒക്കെ
ധാരാളം ഹിന്ദി സിനിമകൾ, അതുപോലെ റീജിയണൽ ബംഗാളി, കേരളമൊന്നും അപ്പോൾ ആ നിലയിലേക്ക് വന്നിട്ടില്ല. ബംഗാളിയാണ്. ബംഗാളി കാരണം ഒരുപക്ഷെ നമ്മുടെ ബോംബെ സിനിമയെ തന്നെ ഏറ്റവും നല്ല ചിത്രങ്ങളുമായിട്ട് അക്കാലത്ത് വന്നത് ബംഗാളിൽ നിന്നും അല്ലെങ്കിൽ ബോംബെക്ക് പുറത്തു നിന്നും വന്ന ചലച്ചിത്രകാരന്മാരായിരുന്നു. ഏറ്റവും കൂടുതൽ ആളുകൾ ബംഗാളിൽ നിന്ന് തന്നെയായിരുന്നു. ഇപ്പം നിതിൻ ബോസ് അങ്ങനെയൊക്കെയുള്ള ധാരാളം, പിന്നെ ബിമൽ റോയ്, ഇപ്പോൾ ഇവരൊക്കെ ബോംബെ സിനിമയെ വന്ന് ധന്യമാക്കിയവരാണ്. അന്നത്തെ കാലത്ത് നമ്മൾ ഹിന്ദിയിൽ എടുക്കുന്ന സിനിമകൾ പോലും ബംഗാളി ബാക്ക്ഗ്രൗണ്ടിലായിരുന്നു. പക്ഷേ കഥകളൊക്കെ ബംഗാളിയിൽ നിന്നായിരുന്നു. അപ്പോൾ അങ്ങനത്തെ നല്ല സിനിമകളുണ്ടായിരുന്നു. പിന്നെ നമുക്ക് പ്രധാനപ്പെട്ട ഒരു വ്യക്തിയെ ഓർമ്മിക്കേണ്ട ഗുരുദത്ത്. ഇപ്പോൾ ഗുരുദത്തിൻ്റെ പ്യാസ, അതുപോലെ കാഗസ് കെ ഫൂൽ, അങ്ങനെ പറഞ്ഞാൽ നമുക്ക് ഇപ്പോഴും ക്ലാസിക്കായിട്ട് കരുതുന്ന ചിത്രങ്ങൾ. നമ്മൾ യഥാർത്ഥ ഇന്ത്യൻ സിനിമ തുടങ്ങുന്നത് ഒരു സിനിമയോട് കൂടിയാണ്. 1955 പഥേർ പാഞ്ചാലിയോട് കൂടിയാണ്. സത്യജിത് റായിയുടെ പഥേർ പാഞ്ചാലിയോട് കൂടിയാണ്. പക്ഷേ സത്യജിത് റേയുടെ പഥേർ പാഞ്ചാലി പിന്നീടുള്ള വർഷങ്ങളിൽ മറ്റ് ചലച്ചിത്രകാരന്മാരിലൊന്നും വലിയ എഫക്റ്റ് ഉണ്ടാക്കിയില്ല. പക്ഷേ പിന്നെ ഒരു എഫക്റ്റ് ഉണ്ടാകുന്നത് 1969 മൃണാൾ സെന്നിൻ്റെ ഭുവൻ ഷോം എന്ന് പറയുന്ന ഒരു ചിത്രം എടുത്തുകൊടുക്കുകയാണ്. അപ്പോൾ ഭുവൻ ഷോമെ, സാര ആകാശ്, മണി കൗളിൻ്റെ ഉസ്കി റൊട്ടി, ഈ 3 ചിത്രങ്ങളോടുകൂടിയാണ് ഇന്ത്യയിലെ നവതരംഗം ഉടലെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ പറയുന്ന രണ്ടാം തലമുറ ഉണ്ടായിക്കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഏതാണ്ട് ഹിന്ദി സിനിമ മെയിൻ സ്ട്രീമിലേക്ക് അങ്ങ് പൂർണ്ണമായിട്ട് പ്ലഞ്ച് ചെയ്യപ്പെട്ടു, അങ്ങ് മുങ്ങിത്താണ ഒരവസ്ഥയായി. പക്ഷേ അവിടെയും നമുക്ക് വളരെ നാഴികക്കല്ലെന്ന് വിശേഷിപ്പിക്കാവുന്ന കൊമേഴ്ഷ്യലി സക്സസ്ഫുൾ ആയിട്ടുള്ള ഒത്തിരി സിനിമകളുണ്ട്. അമർ അക്ബർ ആൻ്റണി, ഷോലെ എന്നൊക്കെ പറഞ്ഞ സിനിമകളൊക്കെ എല്ലാ കാലത്തും നിലനിൽക്കുന്നത്, ഇപ്പോഴും റിലീസ് ചെയ്താൽ 100 ദിവസമൊക്കെ ഓടുന്ന സിനിമകളാണ്. അത് പൂർണ്ണമായും കച്ചവട സിനിമയാണെങ്കിലും അതിനകത്ത് ഒരു ഹ്യൂമനിസ്റ്റ് എലമെൻ്റ് ഉണ്ട്. അപ്പോൾ മാനുഷികമായ ഒരു എലമെൻ്റ് ഉണ്ടായതുകൊണ്ട് അത് എല്ലാ കാലത്തും അതിന് നിലനിൽപ്പുണ്ട്. അങ്ങനത്തെയാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് രൂപപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് വീണ്ടും നമ്മൾ 3ാം തലമുറയിലേക്ക് എത്തുന്നത്. ഇപ്പോൾ 3ാം തലമുറയുടെ സിനിമകളാണ് ഓടുന്നത്. പക്ഷേ ഈ ഏറ്റവും വലിയ സവിശേഷത 3ാം തലമുറയുടെ സിനിമകൾ ഇന്ത്യയിൽ മൊത്തം ഓടുമ്പോഴും, ഇന്ത്യയിൽ മൊത്തം നിർമ്മിക്കാൻ ശ്രമിക്കുമ്പോഴും ഈ ഹിന്ദി കൊമേഴ്സ്യൽ സിനിമ അല്ലെങ്കിൽ മെയിൻ സ്ട്രീം എന്ന സിനിമ മാറാതെ അതുപോലെ നിൽക്കുന്നുണ്ട്. അതൊരു വലിയ ഒരു ഇതാണ്. ഞാനിപ്പം ഇന്ത്യൻ സിനിമയുടെ 100 വർഷത്തെക്കുറിച്ച് പഠനം നടത്തി. അപ്പോൾ അങ്ങനെ 100 സിനിമ, എല്ലാ കാലഘട്ടത്തെയും എല്ലാ ഭാഷയെയും പ്രതിനിധീകരിക്കുന്ന 100 സിനിമ എടുത്ത് ഒരു പുസ്തകം ഇപ്പം ജസ്റ്റ് ഒരു മാസത്തിന് മുമ്പ് പൂർത്തിയാക്കിയതേ ഉള്ളൂ. ഇന്ത്യൻ സിനിമ 100 വർഷം 100 സിനിമ. അപ്പോൾ അതിനകത്ത് പിന്നെ ആദ്യം ഒരു ബംഗാളി ചാണ്ടി ദാസ് എന്ന് പറയുന്ന ഒരു സിനിമയിലൂടെയാണ് അത് തുടങ്ങുന്നത്. കാരണം ഇത് ടോക്കി അല്ലാത്തത് കൊണ്ട് ഇതെടുത്തില്ല നമ്മൾ. ഈ രാജാ ഹരിചന്ദ്ര അതന്നെയല്ല, രാജാ ഹരിചന്ദ്ര നമുക്ക് പൂർണ്ണമായിട്ട് ഇപ്പോഴും ഇല്ല, നമുക്ക് കുറച്ച് അതിൻ്റെ ഭാഗമേ ഉള്ളൂ. അപ്പോൾ അതിന് മുഴുവൻ ഇല്ലാത്തൊരു പടത്തെക്കുറിച്ച് നമുക്ക് എഴുതാൻ പറ്റത്തില്ല, അത് ശരിയല്ല. അതുകൊണ്ട് ഞാനത് അവോയ്ഡ് ചെയ്തു. അപ്പോൾ അങ്ങനെ ആ ഒരു പഠനം നടത്തിയപ്പോഴാണ് ഈ വലിയ വലിയ കണ്ടെത്തലുകൾ കാണുന്നത്. അപ്പോൾ ഹിന്ദി സിനിമ ഇപ്പോഴും മാറ്റമില്ലാതെ അതേ നിലനിൽപ്പിൽ നിൽക്കുന്നു. പക്ഷേ ഓഫ് കോഴ്സ് അത് ടെക്നോളജിക്കലി അത് മാറി. പക്ഷേ ആ ഒരു സ്ഥിരം ഫോമുല ഇല്ലേ, ആ ഫോമുല അതുപോലെ തന്നെ മെയിൻ സ്ട്രീമിൽ നിൽക്കുന്നു. പക്ഷേ ധാരാളം അതിന് പാരലായിട്ട് നല്ല ഹിന്ദി സിനിമകൾ ഉണ്ടാകുന്നുണ്ട്. മറ്റേ പണ്ട് റീജിയണൽ സിനിമകളിൽ മാത്രമേ നല്ല സിനിമകൾ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അതല്ല, ഹിന്ദി സിനിമയിലും നല്ല പാരലൽ സിനിമകൾ ഉണ്ടാകുന്നുണ്ട്. കേരളത്തിൽ ഇതിൻ്റെ അലയൊലികൾ എങ്ങനെ എത്തി? മലയാളം സിനിമയിൽ ഇതിൻ്റെ വളർച്ച എങ്ങനെയായിരുന്നു? ഇത്തരം നല്ല സിനിമകളുടെ വളർച്ച എങ്ങനെയായിരുന്നു? ശരിക്കും ഇതിനേതാണ്ടൊരു പാരലായിട്ട് തന്നെയാണ് പോകുന്നത്. കാരണം നമ്മൾ ലേറ്റായിട്ടാണ് 1928 വിഗതകുമാരനോടുകൂടി നമ്മുടെ സിനിമ ആരംഭിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ 50കളിലും 60കളിൽ കഴിഞ്ഞു, 60 കഴിഞ്ഞു. ഈ 50കളിലും 60കളിലും പ്രധാനമായിട്ടും 60കളിൽ നമ്മുടെ പ്രസിദ്ധീകരിക്കപ്പെട്ട മിക്കവാറും എല്ലാ നല്ല സാഹിത്യകൃതികളും സിനിമയായി. അതുകൊണ്ട് കണ്ടൻറ്റ് വൈസ് ഇതിവൃത്തപരമായി നമ്മുടെ സിനിമ വളരെ മെച്ചപ്പെട്ടു. അതുകൊണ്ട് ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സിനിമ എന്ന് ചൂണ്ടിക്കാണിക്കാനുള്ളത് മലയാള സിനിമയും പിന്നെ ബംഗാളി സിനിമയായിരുന്നു. ബംഗാളി സിനിമയിൽ നിന്ന് പിന്നോട്ട് പോയപ്പോഴും മലയാള സിനിമ അവിടെ തന്നെ ഉറച്ചു നിന്നു. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടത്തിൻ്റെ പിന്തുടർച്ചയായിട്ടാണ് 1971 സ്വയംവരം വരുന്നത്. 72 സ്വയംവരം വരും. ഈ സ്വയംവരത്തോടുകൂടി നമ്മുടെ സിനിമയുടെ മൊത്തം മുഖഛായ മാറി. ഇതാണ് സിനിമ, ഇതാണ് യഥാർത്ഥ സിനിമ എന്നുള്ളൊരവസ്ഥ നമുക്ക് മലയാളത്തിൽ വന്നു. അപ്പോൾ അതിനെ പിന്തുടർച്ച ധാരാളം ആൾക്കാർ നമുക്ക് വന്നു. അരവിന്ദന്, പിന്നെ MD പത്മരാജന്, MTയുടെ നിർമ്മാല്യം. പക്ഷേ അതിൽ കുറേ വിഭാഗക്കാർ പിന്നെ അത് ഒരു കച്ചവടവും കലയും കൂടെ കൂട്ടിക്കലർത്തി മധ്യവർത്തി സിനിമയിലേക്ക് പോയി. ഉദാഹരണത്തിന് ഭരതനും പത്മരാജനും ഒക്കെ അങ്ങനെ മാറിപ്പോയ
ജോൺ എബ്രഹാം ഇങ്ങനെ നല്ല സിനിമയുടെ കൂടെ തന്നെ നിന്നു. അപ്പം പിന്നെ നമ്മൾ ഈ ആൾക്കാർ ഇപ്പോൾ യഥാർത്ഥത്തിൽ സിനിമ രണ്ടെണ്ണേ ഉള്ളൂ, നല്ലതും ചീത്തയും. പക്ഷേ ഈ ഒരു തരംതിരിവിന് വേണ്ടി ആർട്ട് സിനിമ, പിന്നെ മധ്യവർത്തി സിനിമ, കൊമേഴ്സ്യൽ സിനിമ എന്നൊക്കെ അത് നമ്മൾ തിരിച്ചറിയാൻ വേണ്ടി പറയുന്നതേ ഉള്ളൂ. പക്ഷേ അങ്ങനെ ഈ രണ്ടേ കൂട്ടത്തിലും നല്ലതും ചീത്തയുണ്ട്, എല്ലാത്തിലും നല്ലതും ചീത്തയുണ്ട്. നമ്മളീ പറയുന്ന കലാസിനിമ, മുഴുവൻ കലാസിനിമ എന്ന് പറയുന്ന എത്രയോ കള്ളനാണയങ്ങളുണ്ടായി, യാതൊരു പിന്നെ മണവും പിന്നെ ഒന്നുമില്ലാത്ത എത്രയോ സിനിമകൾ പിന്നെ വന്നിട്ട് അതുപോലെ പോയി. അപ്പോൾ അതൊന്നും നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാ കാലത്തും ഏത് ഭാഗത്തിലായാലും നല്ല സിനിമ ഉണ്ടായിട്ടുണ്ട്, അതുപോലെ ചീത്ത സിനിമയും ഉണ്ടായിട്ടുണ്ട്. അത് തുടർന്നു. അത് കഴിഞ്ഞിട്ട് പുതുതായിട്ട് വന്ന് എനിക്കൊന്ന് മലയാളം സിനിമയും അതിൻ്റെ ഒരു നല്ല ദിശയിൽ കൂടി കാലഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഇടയ്ക്കൊരു കുറച്ചൊരു കാലം, ഒരു 5-10 വർഷത്തോളം പ്രതിസന്ധികൾ, അത് പ്രമേയപരമായ പ്രതിസന്ധി ആയിരുന്നു എന്നുള്ളത് കാലം മാറിയപ്പോൾ അത് ജനങ്ങൾ കൂടി മനസ്സിലാക്കി. ആദ്യകാലത്തെ മലയാള സിനിമയുടെ നിലനിൽപ്പിന് സഹായമായി നിന്നിട്ടുള്ള സംവിധായകർ, പ്രധാനമായി JC ഡാനിയൽ, ഇവരിൽ നിന്നുള്ള ഒരു തുടർച്ചയെ പറ്റി സാറൊന്ന് പറയാമോ? ശരിക്കും സംവിധായകരാണ് നമ്മുടെ സിനിമയെ നിലനിർത്തിയിരുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോഴ് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ ഏതാണ്ട് 2-3-4 വർഷത്തിനിടയിൽ ധാരാളം സിനിമകളുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതിലേതെങ്കിലും ഒരു സംവിധായകരെ എനിക്ക് ഓർമ്മിക്കാൻ കഴിയുന്നില്ല. കാരണം അവരുടെ ഒരു ഓർമ്മിക്കാൻ കഴിയുന്ന ഒരു സൃഷ്ടി അവർക്ക് പിന്നെ കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ അതിന് മുമ്പ് വരെയുള്ള തലമുറ, ഉദാഹരണത്തിന് ശ്യാമപ്രസാദ് വരെ നിൽക്കുന്ന ഒരു തലമുറ, നമ്മൾ ഓർമ്മിക്കപ്പെടാനുള്ള ചിത്രങ്ങൾ അവരെ നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റും. പക്ഷേ പുതിയ ഈ സോക്കോൾഡ് ന്യൂ ജനറേഷൻ, എനിക്ക് ആ പേര് ഞാൻ അല്പം പോലും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അങ്ങനെ ന്യൂ ജനറേഷൻ സിനിമയൊന്നുമില്ല. അതൊരു പിന്നെ ഏതോ മാധ്യമ പ്രവർത്തകൻ സൃഷ്ടിയാണ്, മാധ്യമങ്ങൾ എപ്പോഴും ഓരോന്നും ഇങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ പിന്നെ മറ്റുള്ളത് വേർതിരിക്കാൻ വേണ്ടി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു സൃഷ്ടി മാത്രമാണ്. കാരണം എല്ലാ കാലത്തും പുതിയ തലമുറ സിനിമകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിലൊരു തുടർച്ച മാത്രമാണ്. ഇപ്പോൾ അടൂർ ഗോപാലകൃഷ്ണൻ്റെ കാലത്ത് അദ്ദേഹത്തിൻ്റെ സ്വയംവരം അന്നൊരു പുതുതലമുറ സിനിമയായിരുന്നു. എല്ലാ കാലത്തും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴത്തെ ഒരു പുതിയൊരു ഫിനോമിന അല്ല. അപ്പം ഇപ്പോഴത്തെ ഈ പറഞ്ഞ ഇവർ മാധ്യമങ്ങൾ ഉദ്ഘോഷിക്കുന്ന പുതിയ തലമുറ സിനിമ പ്രത്യേകിച്ച് നമുക്കൊന്നും സാധിക്കുന്നില്ല, ഒന്നും തരുന്നില്ല, നല്ല സിനിമകളൊന്നും തരുന്നില്ല. ഒന്നും ഒരു പ്രത്യേകതയുള്ള ഒരു സിനിമ പോലും നമുക്ക് എടുത്തു കാണിക്കാനില്ല ഈ കഴിഞ്ഞ ഒരു 3-4 വർഷങ്ങൾക്കിടയിൽ. അപ്പോൾ അതിൽ തന്നെ ഉദാഹരണത്തിന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ആദാമിൻ്റെ മകൻ അബു, അത് നമുക്ക് എടുത്തു മറിക്കാൻ കഴിയുന്നത് അതൊരു ഈ പറയുന്ന വിഭാഗത്തിൽപ്പെടുന്ന സിനിമയല്ല, ആരും അവകാശപ്പെടുന്നില്ല അത് ആ പുതിയ. ഇപ്പോൾ പുതിയ തലമുറ സിനിമ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കണ്ടെത്താൻ കഴിയുന്നത്, ഒന്ന് പ്രമേയപരമായ ഒരു പിന്നെ ഉള്ള ശോഷണം, ഒരു വളരെ ഇല്ലായ്മ, കൂടുതൽ പ്രമേയങ്ങളും മറ്റ് വിദേശ കാസറ്റുകളിൽ നിന്നൊക്കെ മോഷ്ടിച്ച പ്രമേയങ്ങൾ, ഒന്നിലധികം കാസറ്റുകളിൽ നിന്ന് മോഷ്ടിച്ചതെല്ലാം കൂടെ ഒരുമിച്ച് ചേർത്ത് നടത്തുന്ന പ്രമേയങ്ങൾ. അപ്പോൾ പ്രമേയപരമായിട്ട് യാതൊരു പുതുമയില്ല. പുതുമയുണ്ടെന്ന് പറയുന്നത് ഈ സൂപ്പർ സ്റ്റാറുകളുടെ ആധിപത്യം മാറിയിട്ട് പുതിയ കുറേ നടീനടന്മാർ രംഗത്ത് വന്നു, ചെറുപ്പക്കാരായിട്ടുള്ള രംഗത്ത് വന്നു. അപ്പോൾ അതെല്ലാ കാലത്തും പണ്ട് ഇതുപോലെ ആൾക്കാർ വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇവരെ കൂടുതൽ പ്രൊജക്റ്റ് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് ഒരു പ്രമേയത്തിൽ എനിക്ക് തോന്നിയിട്ടില്ല, ട്രീറ്റ്മെൻറ്റിൽ തോന്നിയിട്ടില്ല. പിന്നെ ഈ പറയുന്ന ഏറ്റവും അബ്സല്യൂട്ട് നോൺസെൻസ് ആയിട്ട് തോന്നുന്ന BGM, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എല്ലാം സെയിമാണ്. ഈ മ്യൂസിക് പാട്ട് നമുക്ക് പണ്ട് നോക്കുള്ള നല്ല ഗാനശാഖയുണ്ടായിരുന്നു. ഇപ്പോൾ ഏതെങ്കിലും ഒരു ചിത്രത്തിലെ ഗാനം തിരിച്ചറിയാൻ പറ്റുമോ? എല്ലാം ഒരേ മ്യൂസിക്കാണ്. എനിക്ക് പ്രത്യേകിച്ച് വ്യത്യസ്തം തോന്നിയിട്ടില്ല. അതിൽ നിന്ന് അതിന് പഴയ തലമുറയിലെ ആൾക്കാരെടുക്കുന്ന സിനിമകളുടെ മ്യൂസിക്കാണ് മാറി നിൽക്കുന്നത്. ഉദാഹരണത്തിന് കമൽ ഒരു സിനിമ എടുത്തു കഴിഞ്ഞാൽ അതിലെ മ്യൂസിക് മാറി നിൽക്കുന്നുണ്ട്. രഞ്ജിത്ത് എടുത്താലും ചിലപ്പോൾ മാറി നിൽക്കുന്നുണ്ട്. ഈ പറയുന്ന പുതിയ തലമുറയിലെ കുറേ സംവിധായകരെടുത്ത് ഏതെങ്കിലും ഒരു മ്യൂസിക് പ്രത്യേകിച്ചൊന്ന് മാറി നിൽക്കുന്നത് വെച്ചാൽ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇൻഡിവിജ്വാലിറ്റി നഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥ ഈ പുതിയ സിനിമയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതിനിടയിലും പുതിയ തലമുറയുടെ വളർച്ചയ്ക്കിടയിൽ വ്യത്യസ്തനായി സഞ്ചരിക്കുന്ന ഒരാളാണെന്ന് തോന്നുന്നു ശ്രീ മധുപാൽ. അദ്ദേഹത്തിൻ്റെ വ്യത്യസ്തമായ 2 സിനിമകൾ, തലപ്പാവ് അതുപോലെ തന്നെ ഒഴിമുറി, ഇത് രണ്ടും ദേശീയ ശ്രദ്ധ. ശരിക്കും പറഞ്ഞാൽ മധുപാൽ ഈ പറയുന്ന പുതുതലമുറയിൽപ്പെടുന്ന ഒരാളല്ല, ഒരു സംവിധായകനല്ല. മധുപാൽ എന്ന് തൊട്ടേ നടനായിട്ട് രംഗത്തുണ്ടായിരുന്നു. എല്ലാ നല്ല സിനിമകളിലൂടെയും മധുപാൽ ഉണ്ടായിരുന്നു. മധുപാൽ ശരിക്കും പറഞ്ഞാൽ കൊമേഴ്സ്യൽ സിനിമയുടെ സൃഷ്ടിയല്ല, നല്ല സിനിമയുടെ ഒരു സൃഷ്ടിയാണ്. അപ്പോൾ മധുപാൽ ഇതിൻ്റെ ഭാഗമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മധുപാൽ എടുക്കുന്ന സിനിമ ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. മധുപാൽ എടുക്കുന്ന പിന്നെ നമ്മളെ ട്രഡീഷണൽ കലാസിനിമ എന്ന് പറയത്തില്ലേ, ആ വിഭാഗത്തിൽപ്പെടുത്താവുന്ന സിനിമയാണ്. ഇപ്പോൾ തലപ്പാവ് ഒഴിമുറിയൊക്കെ അങ്ങനെയാണ്. അപ്പം അതിനെ ഞാൻ ഒരു തരത്തിലും പുതുതലമുറ സിനിമ എന്ന് പറയുന്നത് വീക്ഷിക്കുന്ന ആ സിനിമകൾ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. മധുപാലൻ്റെ വ്യക്തിത്വം തെളിയിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ സിനിമകളിലൂടെ തുടരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ശ്യാമപ്രസാദിൻ്റെയൊക്കെ തുടർച്ചയായിട്ട് മധുപാലിനെയൊക്കെ നമുക്ക് കാണാൻ പറ്റും.
സാർ മുമ്പേ പറഞ്ഞു നിർത്തിയ ഒരു ഇതുണ്ട്, അത് പ്രമേയപരമായിട്ടുള്ള മാറ്റങ്ങൾ കാണുന്നില്ല എന്ന്. പക്ഷേ മുമ്പ് ഒരു ഏറെക്കാലം മലയാള സിനിമയിൽ കണ്ട് വരുന്ന ഒരു രീതി എന്ന് പറയുന്നത് തറവാട്, നടുമുറ്റം, മീശ പിരിക്കൽ, ഇതൊക്കെയായിരുന്നു എന്താ പറയുന്നത് മലയാള സിനിമയുടെ പൗരുഷ ലക്ഷണങ്ങൾ ഇതൊക്കെയായിരുന്നു എന്നാണ് കരുതപ്പെട്ടിരുന്നത്. ഇതിൽ നിന്നൊക്കെ ഒരു മാറ്റം പുതിയ സിനിമകളിൽ കാണുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, അത് പ്രമേയപരമായ അത് ആ സിനിമകളെ നമ്മൾ അംഗീകരിക്കുന്നു. ഇപ്പം എന്നെ സംബന്ധിച്ചുള്ള ആ സിനിമയൊന്നും ഞാൻ അംഗീകരിക്കുന്നില്ല. അതൊക്കെ കൊമേഴ്സ്യൽ വയബിലിറ്റിക്ക് വേണ്ടി പിന്നെ അവർ ഓരോ കാർഡിട്ട് കളിക്കുകയാണ്, പലതരത്തിലുള്ള സാധനങ്ങളിട്ട്. എനിക്കൊന്ന് രഞ്ജിത്താണ് അങ്ങനത്തെ കുറേ സീരീസ് സ്ക്രിപ്റ്റ് ചെയ്തത്. സിനിമ ഡയറക്റ്റ് ചെയ്തില്ലെങ്കിലും സ്ക്രിപ്റ്റ് ചെയ്ത് രഞ്ജിത്താണ്. അപ്പോൾ അങ്ങനെ അത് മോഹൻലാലും പിന്നെ ഷാജി കൈലാസ് അങ്ങനെ ഒരു ടീമിന് വേണ്ടി ഇതൊക്കെ മെയ്ഡപ്പ് സ്റ്റോറീസ് ആണല്ലോ. അപ്പോൾ അങ്ങനെ സ്റ്റോറി ഇവോൾവ് ചെയ്യുന്ന സ്റ്റോറീസ് അല്ല. എപ്പോഴും നമ്മൾ സിനിമയിൽ ഇവോൾവ് ചെയ്യുന്ന സ്റ്റോറി ആണെങ്കിൽ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് ഉണ്ടാക്കുന്ന സ്റ്റോറി നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്ന സ്റ്റോറികളുടെ ഭാഗമായിട്ട് ഇത് വന്നുള്ളൂ. അതൊരു വലിയ ട്രെൻഡായിട്ടൊന്നും ഇവിടെ നിന്നിട്ടില്ല. ഈ തറവാടും മറ്റേതും പിന്നെ ഈ വലിയേട്ടനും അങ്ങനെയൊക്കെ ഉള്ളത് ട്രെൻഡൊന്നും അല്ല. ആ സമയത്ത് കുറേ സിനിമകളൊക്കെ അങ്ങനെ പോയി എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ പുതിയതിൽ ഈ പറയുന്ന പ്രമേയപരമായിട്ടുള്ള ചില വ്യത്യാസം. പക്ഷേ ഈ പ്രമേയപരത്തിന് ഏറ്റവും വലിയ പ്രോബ്ലം ഇത് ഒറിജിനലാണോ അതോ കോപ്പിയാണോ എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്. അതിൻ്റെ പേഴ്സണലായിട്ട് ഒത്തിരി ഞാൻ അനുഭവിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത്. ഇപ്പം നമ്മൾ വളരെ ഡിഫറൻ്റായിട്ട് തോന്നുന്നൊരു സാധനം, ഞാൻ ആ സിനിമയുടെ പേര് പറയുന്നത് മോശമായിരിക്കും, അതുകൊണ്ട് ചെയ്യുന്നില്ല. ഞാൻ ജൂറിയിലുണ്ടായിരുന്നപ്പോഴാണ് ആ സിനിമയെ നമ്മൾ ഏതെങ്കിലും ഒരു അവാർഡ് കൊടുക്കാൻ നമ്മൾ തീരുമാനിക്കുകയും ചെയ്തതാണ്. പക്ഷേ ഒരു പിറ്റേ ദിവസമാണ് ജൂറിയിലെ ഒരു മെമ്പർ ഇതുപോലെ വളരെ സഡനായിട്ട് വന്ന് പറഞ്ഞു, അയ്യോ ഇത് ഫ്രെയിം ടു ഫ്രെയിം കോപ്പിയാണ്. എന്ത് ചെയ്യും? അപ്പോൾ നമുക്കിപ്പോൾ ഇത് ലോകത്തിലുള്ള എല്ലാ കാസറ്റുകളും എല്ലാ സിനിമകളും കണ്ടു ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഇത് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഇത് ഒറിജിനലാണോ അതോ ഇത് പിന്നെ കോപ്പിയാണോ എന്ന് പറയാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് ഈ പുതിയ തലമുറ സോക്കോൾഡ് പുതിയ തലമുറയിലെ സിനിമകൾക്ക്. ഓഫ് കോഴ്സ് അതിനകത്തൊരു ട്രീറ്റ്മെൻറ്റൊക്കെ വ്യത്യാസപ്പെടുന്നത്, കാരണം സിമ്പിൾ സാധനമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ആഗോളതലത്തിൽ തന്നെ അങ്ങനെ ഒരു പ്രമേയങ്ങൾക്കൊരു പ്രാധാന്യമുണ്ട്. പ്രേക്ഷകരുടെ ഒരു സ്വീകാര്യത, സിനിമകളുടെ സ്വീകാര്യതയിൽ സാർ കാണുന്ന ഒരു വ്യത്യാസം എന്താണ്? മുൻ തലമുറകളിൽ ഒരുപക്ഷെ പത്മരാജൻ എന്ന് പറയുന്ന ആൾ, ഇവരുടെയൊക്കെ സിനിമകൾ, ഭരതൻ സാറിൻ്റെയൊക്കെ സിനിമ വന്നു കഴിഞ്ഞാൽ അവരുടെ ആ ബ്രാൻഡ് നെയിമിൽ പോയ സിനിമ കാണുമായിരുന്നു. എന്നാൽ പിന്നീട് ഒരു കാലഘട്ടം വന്നു കഴിഞ്ഞപ്പോൾ ഇത് അടൂർ ഗോപാലകൃഷ്ണൻ അല്ലെങ്കിൽ മധുരവങ്കര ഇവരൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് അവാർഡ് സിനിമയാണ്, കാണാനേ പോകുന്നില്ല എന്നുള്ള രീതിയിലോട്ട് മാറ്റം തുടർന്നും ഇപ്പോഴുള്ള ഒരു ജനറേഷൻ വീണ്ടും അത് മാറി വരുന്നു എന്ന് തോന്നുന്നു. അത് മാറിയിട്ടുണ്ട് തീർച്ചയായിട്ടും. കാരണം ഇടക്കാലത്ത് നമ്മൾ ഈ കലാസിനിമയും പിന്നെ കൊമേഴ്സ്യൽ സിനിമയും തമ്മിൽ അന്തരം വലുതായിട്ട് അങ്ങ് വർദ്ധിച്ചു. അങ്ങനെ വർദ്ധിച്ചു വന്നപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയോ? ഈ കലാസിനിമ പിന്നെ കൊമേഴ്സ്യൽ സിനിമയുടെ ആൾക്കാർ തന്നെ ഇത് ആർട്ട് സിനിമയാണെന്ന് മുദ്ര കുത്തി. അത് നമുക്ക് അന്നൊരു പറച്ചിലുണ്ട്, ആർട്ടാ ഓടിക്കോ അങ്ങോട്ട് പോകണ്ട, അങ്ങനെ ഒരു പിന്നെ ഇത് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് സംഭവിച്ചതെന്നറിയോ, ഈ കലാസിനിമയെ ഒറ്റപ്പെടുത്തി, അപ്പോൾ അത് മാർജിനലൈസ് ചെയ്തു, ആരും അതിനെ കാണാൻ പോവാതായി. ഇപ്പോൾ അടൂർ ഗോപാലകൃഷ്ണൻ ചിലർ ബ്രാൻഡഡായി. പക്ഷേ ഈ അടുത്ത കാലത്ത് അടൂർ ഗോപാലകൃഷ്ണൻ്റെ ഇറങ്ങിയൊരു സിനിമ നിഴൽക്കുത്ത്, അത് കഴിഞ്ഞ് ഒരാണും പിന്നെ 4 പെണ്ണുങ്ങൾ, 1 പെണ്ണും 2 ആണും, ഈ സിനിമയൊക്കെ മറ്റേതുപോലെ തന്നെ ഓടി. അപ്പോൾ അങ്ങനെ ഒരു ബ്രാൻഡഡ് ഇപ്പം ഇല്ല, അങ്ങനെ ആരുടെയും സിനിമ ബ്രാൻഡ് ചെയ്യപ്പെടുന്നില്ല. പിന്നെ മധുബാലിൻ്റെ തലപ്പാവും ഒഴിമുറിയൊക്കെ നന്നായിട്ട് ഓടിയ സിനിമകളാണ്, അതിനൊന്നും ബ്രാൻഡ് ഉണ്ടാകുന്നില്ല. ഇപ്പം അങ്ങനെ ബ്രാൻഡിങ് ഇല്ല, ആ ഭാഗത്ത് നിന്ന് രക്ഷപ്പെട്ടു. അപ്പം പിന്നെ ഈ പുതിയ സിനിമകളുടെ കാഴ്ചക്കാർ കൂടുതലും ചെറുപ്പക്കാരാണ്, അതിൽ ആരും സംശയമില്ല. നമ്മൾ ഈ ഫാമിലി എന്നൊക്കെ പറയുന്ന ആ ഓഡിയൻസ് കൺസെപ്റ്റൊക്കെ മാറിക്കഴിയും. നമ്മൾ തിയേറ്ററിൽ, ഞാനൊക്കെ വളരെ അപൂർവമായിട്ട് മാത്രം തിയേറ്ററിൽ പോകുന്നത്, അപ്പോഴും നമ്മൾ ഈ ഫാമിലീസൊക്കെ വളരെ കുറവാണ് കാണാറുള്ളൂ. കൂടുതലും ഈ ചെറുപ്പക്കാർ ഒരു പിന്നെ ആണ് ഈ സിനിമയുടെ കാഴ്ചക്കാർ. അത് ഒരു കാര്യം കൂടെ കൂട്ടത്തിൽ നമ്മൾ ആഡ് ചെയ്യേണ്ടിയിരിക്കുന്നു, മലയാള സിനിമ കാണുന്നതിലും കൂടുതൽ താല്പര്യം ഈ ചെറുപ്പക്കാർക്ക് തമിഴ് സിനിമ കാണുന്നതിനാണ്. അതിൻ്റെ ഒരു കാരണം എന്താണ്? ഒരു പക്ഷേ ചെറുപ്പക്കാരുടെ ഇടയിലെ പ്രായത്തിന്റെ പ്രത്യേകത ചില ചടുലമായ സിനിമാറ്റിക് ഡാൻസ്, അവരെ ഇപ്പം ഭരിക്കുന്ന ഈ ഇന്റർനെറ്റ് വേൾഡാണ്. അപ്പോൾ അവർ കൂടുതൽ ചരിക്കുന്നതും അവർ പ്രവർത്തിക്കുന്നതും ഈ നെറ്റുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിലാണ്. അപ്പോൾ അതുമായിട്ട് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ കഴിയുന്ന ഇത്തരം സിനിമകളാണ്. പ്രത്യേകിച്ച് തമിഴ് സിനിമകളെന്ന് പറയുന്നത് വളരെ പ്യുവർ എൻ്റർടൈനേഴ്സ് അല്ലേ, അല്ല അതിനകത്തൊരു ലോജിക്കിൻ്റെ ഒരു അംശം പോലും ഉണ്ടാകത്തില്ല. അപ്പം അങ്ങനത്തെ സിനിമകൾ ഇവരെല്ലാം ഒരു മായിക ലോകത്തിലാണ്. അപ്പോൾ മായിക ലോകവുമായിട്ട് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ കഴിയുന്ന ഇത്തരം സിനിമകൾ കാണാൻ തോന്നും. പക്ഷേ മലയാളത്തിലെ സിനിമകൾ അങ്ങനെ റിലേറ്റ് ചെയ്യാൻ അവർക്ക് പറ്റത്തില്ല. അതുകൊണ്ടാണ് അവരങ്ങനെ അധികം കൂടുതൽ പേര് അതിന് കാണാൻ പോകാത്തത്. ഒരു തമിഴ് സിനിമയും മലയാള സിനിമയും കൂടെ അടുത്തടുത്ത് 2 തിയേറ്റർ ഉണ്ടെങ്കിൽ തമിഴ് സിനിമകളായിരിക്കും അവർ പോകുന്നത്, ഡെഫിനറ്റ്ലി. കുറച്ച് വർഷം മുമ്പ് മോഹൻലാൽ സിനിമയായ നരസിംഹവും അദ്ദേഹത്തിൻ്റെ തന്നെ സിനിമയായ വാനപ്രസ്ഥവും
2 തിയേറ്ററുകളിൽ അടുത്തടുത്തായി റിലീസായി. ജനങ്ങൾ ഇടിച്ചു കയറിയത് നരസിംഹത്തിന്. എന്നാൽ നല്ലൊരു സിനിമ ഇപ്പുറത്തോടുമ്പോൾ അവിടെ വളരെ കുറച്ച് ഷോകൾ മാത്രമേ അവിടെ ഓടിയുള്ളൂ. ഈ ഒരു വ്യത്യസ്തതയെ സാർ എങ്ങനെ നോക്കിക്കാണുന്നു? അത് പ്രേക്ഷകരുടെ ആ ആസ്വാദനത്തിലുള്ള മാറ്റമാണോ, അതെന്താണ്? അതിനെ സാറ് എങ്ങനെയാണ് കാണുന്നത്? കാരണം ഈ വാനപ്രസ്ഥത്തിൻ്റെ അവാർഡ് വാങ്ങിക്കാൻ പോയത് ഞാനും മോഹൻലാലും കൂടെ. കാരണം ബാക്കി എല്ലാവർക്കും ഫാമിലി മെമ്പേഴ്സ് ഉണ്ടായിരുന്നു കൂടുതൽ. ഞങ്ങൾ രണ്ടുപേർക്കുള്ളായിരുന്നു, ഞങ്ങൾ രണ്ടുപേരും വൈഫിനെ കൊണ്ടുപോയില്ല. അപ്പോൾ അത് കാരണം ഞങ്ങൾ രണ്ടും ഒരുമിച്ചാണ് അന്ന് അവാർഡ് വാങ്ങിക്കാൻ ഡൽഹിയിൽ നമ്മൾ ഒരേ ഹോട്ടലിൽ താമസിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരുമിച്ച് ഞങ്ങൾ തമ്മിൽ ഒത്തിരി നടക്കാൻ പറ്റി. അപ്പോൾ ഈ സമയത്താണ് നരസിംഹത്തിൻ്റെ കേസ്. അപ്പോൾ നരസിംഹം ഒരു ബിഗ് ബഡ്ജറ്റ് പടം, പിന്നെ ഷാജി കൈലാസ്, രഞ്ജിത്ത് ഇങ്ങനെ വരുന്ന ഒരു സാധനം. നേരെ വെച്ച് ഇപ്പുറത്ത് ഒരു നല്ല പടം. പക്ഷേ ഈ പിന്നെ നല്ല സിനിമയെ സ്നേഹിക്കുന്നവരൊക്കെ വാനപ്രസ്ഥം കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ മോഹൻലാൽ എന്ന് പറയുന്ന സൂപ്പർ സ്റ്റാറിനെ ഉപയോഗിച്ചതാണ് നരസിംഹം, മോഹൻലാൽ എന്ന് പറയുന്ന നടനെ ഉപയോഗിച്ചതാണ് വാനപ്രസ്ഥം. അപ്പോൾ മോഹൻലാൽ എന്ന സൂപ്പർ സ്റ്റാറിനെ കാണാനാണ് കൂടുതൽ പേരും ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് എല്ലാവരും ആ സിനിമയ്ക്ക് പോയി. നടനെ കാണാൻ ആർക്കും താല്പര്യമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഡൽഹിയിലെ അശോക ഹോട്ടലിൽ ഞങ്ങൾ ഒരുമിച്ച് ചെയ്തു. അപ്പോൾ മോഹൻലാൽ പറയും, ഞാൻ സാധാരണ ഈ അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങളൊക്കെ ഭൂമിയിൽ നിന്ന് 10 അടി ഉയരത്തിൽ നടക്കുന്നവരാണ്. ഞാൻ വാനപ്രസ്ഥത്തിൽ ഭൂമിയിൽ നിന്നുകൊണ്ടാണ് അഭിനയിക്കുന്നത്. അപ്പോൾ ഈ 10 അടി ഉയരത്തിൽ നിൽക്കുന്ന ആ ഒരു കഥാപാത്രം പെട്ടെന്ന് നിലത്ത് വീണ് തവിടുപൊടിയാവും. പക്ഷേ ഈ വാനപ്രസ്ഥത്തിലെ കഥാപാത്രം അങ്ങനെ തവിടുപൊടിയാവത്തില്ല, അതെല്ലാ കാലത്തും നിലനിൽക്കും. ഇതാണ് വ്യത്യാസം. സാർ മുമ്പേ ചെറുതായിട്ടൊന്ന് പറഞ്ഞു നിർത്തിയിരുന്നു, ഇന്ത്യൻ സിനിമയുടെ 100ാം വാർഷികം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ സാർ ഒരു വലിയൊരു പ്രൊജക്റ്റ് ഏറ്റെടുത്ത് ചെയ്തു എന്ന്. അതായത് 100 സിനിമകൾ അതിനെപ്പറ്റി ഒരു പുസ്തകം. അതൊരു വലിയ പഠനമായിരിക്കാം. അതിനെപ്പറ്റി സാറൊന്ന് വിശദമായിട്ടൊന്ന് പറയാമോ? ഏതൊരു ഫിലിം ഫെസ്റ്റിവലിൽ ഇങ്ങനെ സിനിമ കണ്ടുവന്നപ്പോഴാണ് സഡനായിട്ട് എനിക്ക് ഐഡിയ സ്ട്രൈക്ക് ചെയ്യും. അപ്പോൾ ഞാൻ ജനുവരിയിൽ വന്ന് DC ബുക്സിനോട് പറഞ്ഞു, ഞാൻ ഇതുപോലെ പുസ്തകം ചെയ്യാൻ താല്പര്യമുണ്ട്, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പറയണമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് വേണം. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ കരുതി ഇതൊരു 2 മാസത്തെ കൊണ്ട് തീരുമല്ലോ എന്ന് കരുതി. ഞാൻ പതുക്കെ സെലക്ഷനൊക്കെ നോക്കി. ഇപ്പോൾ 100 പടം ഒന്ന് സെലക്ട് ചെയ്യാൻ തന്നെ ഞാൻ 4 മാസം എടുത്തു. അപ്പോൾ 4 മാസം സെലക്ട് ചെയ്യണമെങ്കിൽ തന്നെ എന്തുമാത്രം പടം ഞാൻ കണ്ടെന്നറിയാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഗുരുദത്ത് ഫോർ എക്സാമ്പിൾ, ഗുരുദത്തിൻ്റെ എല്ലാ പടങ്ങളും കണ്ടു. എനിക്ക് അതിൽ നിന്ന് ബെസ്റ്റ് എടുക്കണം. ഗുരുദത്തിന് എനിക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. ശരിക്കും പറഞ്ഞാൽ ഗുരുദത്തിനെ ഞാൻ കണ്ടെത്തിയത് ഈ പഠനത്തിലൂടെയാണ്. അതിന് മുമ്പ് ഞാൻ ഗുരുദത്തിൻ്റെ പടം കണ്ടിട്ടുണ്ടെങ്കിലും അത്ര സീരിയസ് ആയിട്ട് ഞാൻ എടുത്തില്ല. പക്ഷേ അദ്ദേഹം വളരെ ഇന്ത്യൻ സിനിമയിലെ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സംവിധായകനാണെന്ന് എനിക്ക് ഒരു കണ്ടെത്തലുണ്ടായത് ഈ ഒരു സമയത്താണ്. അങ്ങനെയാണ് നമുക്കൊരു പുതിയ റെവലേഷൻ ഉണ്ടാകുന്നത്. അപ്പം അങ്ങനെ ഞാനത് അതുപോലെ എല്ലാ ലാംഗ്വേജിലും ഞാൻ ഫിലിം ആർക്കൈവിൽ പോയി പഴയ പടങ്ങളെല്ലാം, നമുക്ക് DVD-യിലൊന്നും കിട്ടാത്ത പടങ്ങളെല്ലാം പോയി കണ്ടു. അപ്പോൾ അതും ചിലപ്പോൾ ഒരു 10-25 പടം കാണുമ്പോഴായിരിക്കും നമ്മൾ ഒരെണ്ണം അതിൽ നിന്ന് മാറ്റിയെടുക്കുന്നത്. അപ്പോൾ പടം കാണാതൊന്നിനെക്കുറിച്ചും ഇപ്പോൾ എത്ര കണ്ട പടമായാലും പിന്നെ ഞാൻ കണ്ടിട്ട് മാത്രമേ എഴുതിയുള്ളൂ. പിന്നെ ബോംബെയിൽ നിന്നും പൂനെയിൽ നിന്നൊക്കെ ഒത്തിരി DVDs വാങ്ങിച്ചു. അതെല്ലാം വീട്ടിൽ കൊണ്ടുവന്ന് വീണ്ടും കണ്ട് എഴുതാൻ തുടങ്ങി. പക്ഷേ എഴുതാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഒരു ദിവസം ഒരു സിനിമ പോലും തീരത്തില്ല. അപ്പം നമ്മൾ വേറെ പലതും നമ്മൾ ചെയ്യുന്നില്ലേ, ഇതിനിടയ്ക്ക് ഇതിനായിട്ട് കുറേ കഴിഞ്ഞപ്പോൾ മനസ്സിലായി എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇത് തന്നെ ചെയ്തില്ലെങ്കിൽ ഇത് തീരത്തില്ല എന്നൊരവസ്ഥ വന്നു. സോ ഇറ്റ്സ് എ വിറ്റ് വാസ് എ വൊള്യൂമിനസ് വർക്ക്. അപ്പോൾ അങ്ങനെ ആദ്യം ഈ 100 സിനിമ എഴുതി തീർത്തു. പിന്നെ അത് മുഴുവൻ റീറൈറ്റ് ചെയ്യണ്ടേ, അത് മുഴുവൻ റീറൈറ്റ് ചെയ്തു. 100 സിനിമ റീറൈറ്റ് ചെയ്യാൻ. അപ്പോൾ എൻ്റെ ഒരു റൊട്ടീൻ എന്ന് പറയുന്നത് ഒരു 12-1 മണിക്കൊക്കെ ഞാൻ കിടക്കും, 4 മണിക്ക് എഴുന്നേക്കും. ഈ ഒരു റൊട്ടീനായിരുന്നു 2 മാസം അവസാനത്തെ ഒരു റീറൈറ്റിംഗ് പീരീഡിലൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു പഠനം നടത്താൻ പറ്റി. കാരണം ഒരു ഡയറക്ടർ എന്ന് വെച്ചാൽ ആ ഡയറക്ടർ എല്ലാ പടങ്ങളും കാണുകയും അതിനെക്കുറിച്ച് പഠിക്കുകയും പിന്നെ ആ പടത്തെപ്പറ്റി കിട്ടാവുന്ന മുഴുവൻ മെറ്റീരിയൽസ് എവിടെ നിന്നെങ്കിലും മറ്റ് പല ബുക്കുകളിൽ നിന്നും കളക്ട് ചെയ്യുകയും പിന്നെ ഓരോ ഇൻ്റർവ്യൂസിൽ നിന്ന് കളക്ട് ചെയ്തും അങ്ങനെയെല്ലാം കളക്ട് ചെയ്ത് മാക്സിമം അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചു. ഒരു വലിയ വർക്കായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അവസാനം എനിക്ക് തോന്നി ഇതിനി അവർ പബ്ലിഷ് ചെയ്യുമെന്ന് തന്നെ സംശയം വന്നു. അങ്ങനത്തെ ഒരു അവസ്ഥ എത്തിയായിരുന്നു. സാർ ഇപ്പോൾ പറഞ്ഞതനുസരിച്ച് സാറ് വ്യത്യസ്തമായ സിനിമയുടെ പല മേഖലകളിലും സാറിപ്പോൾ കൈവച്ചിട്ടുണ്ട്. അതായത് ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ, സംവിധായകൻ എന്നുള്ള നിലയിൽ, അതിലുപരി ഒരു ക്രിട്ടിക്, കൂടാതെ ജൂറി കമ്മിറ്റിയുടെ അംഗം. ഈ 4 വ്യത്യസ്തമായ മേഖലകളിലും അങ്ങയുടെ ഒരു പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണ്? 1 by 1 അതിനെ ഒന്ന് പറഞ്ഞാൽ. അപ്പോൾ എൻ്റെ ആദ്യത്തെ മേഖല എന്ന് പറയുന്നത് എഴുത്തായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഞാൻ സിനിമ എഴുത്തിലൂടെയാണ് സിനിമയിൽ വന്നത്. അപ്പോൾ ഞാൻ കാതലിക്കറ്റ് കോളേജിൽ കെമിസ്ട്രി വിഭാഗത്തിലാണ് ജോയിൻ ചെയ്തത്.
അത് ശരിക്കും MSc കഴിഞ്ഞ് ഒരു വിതിൻ 3 months എനിക്ക് കോളേജ് ജോലി കിട്ടി. അല്ലെങ്കിൽ ഞാൻ കോളേജിലെങ്കിലും ഒരിക്കലും പോയില്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ജേർണലിസമോ അല്ലെങ്കിൽ കഴിഞ്ഞ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ അങ്ങനെയൊക്കെ പോകാനുള്ള പരിപാടിയിലായിരുന്നു എൻ്റെ ബേസിക്കായിട്ട്. വീട്ടുകാർ സമ്മതിക്കാത്ത ഒരവസ്ഥ ഉണ്ടായിരുന്നെങ്കിലും. പക്ഷേ ഇത് ജസ്റ്റ് ഇൻ്റർവ്യൂവിന് അപ്ലൈ ചെയ്തു, പിന്നെ ഉടനെ അത് കിട്ടി. അപ്പം വീട്ടുകാർ സമ്മതിക്കുമോ പോകാതിരിക്കാൻ? അത് നമ്മൾ അന്നത്തെ കാലത്ത് എല്ലാവർക്കും ഈ പൈസ കൊടുക്കേണ്ടത്. അപ്പോൾ എനിക്ക് ഫസ്റ്റ് റാങ്ക് ഉണ്ടായതുകൊണ്ട് അങ്ങനെ പൈസ ഒന്നും അവർ ആവശ്യപ്പെട്ടില്ല. അത് കാതോലിക്കേറ്റ് കോളേജ് ജോലി കിട്ടി, ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിലെ ബിഷപ്പൂർ കോളേജിൽ. ആദ്യം വന്നത് കാതോലിക്കേറ്റ് ആയതുകൊണ്ട് പിന്നെ അവിടെ ജോയിൻ ചെയ്തു. മറ്റേതല്ല എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടി ഞാൻ മാറിക്കൊടുത്തു. അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ അങ്ങനത്തെ അവസ്ഥയായിരുന്നു. പക്ഷേ പിന്നെ ഉടനെ ഞാൻ അവിടെ നിന്ന് തന്നെ സിനിമയായിട്ട് കൂടുതൽ ഒരു അടുപ്പമുണ്ടായി. ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ലീവ് എടുത്തുകൊണ്ട് ഷോർട്ട് ടൈം കോഴ്സിന് പോയി, ഇൻഡിക്കേറ്റർ കോഴ്സിന് പോയി. അപ്പോൾ അങ്ങനെ ആദ്യം ഒരു കോഴ്സിന് പോയി, പിന്നെ UGC തന്നെ എന്നെ ഒരു കോഴ്സിന് വിട്ടു, ഇൻഡിക്കേറ്റർ കോഴ്സിന് വിട്ടു. അപ്പോൾ ആ 2 കോഴ്സൊക്കെ ആയപ്പോൾ നമുക്ക് ഫിലിം മേക്കിങ്ങിൻ്റെ എല്ലാം നമ്മൾ ഫിലിം മേക്കിങ്ങും പഠിച്ചു, പിന്നെ ഫിലിമിൻ്റെ എഴുത്തിനെക്കുറിച്ചും അങ്ങനെയൊക്കെയുള്ളൊരു ബേസിക് ഐഡിയ. കാരണം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെല്ലുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അന്ന് വരെയുള്ള സിനിമകൾ കാണുകയാണ്. ഓർക്കണം, എന്തുമാത്രം സിനിമകൾ, ലോക ക്ലാസിക്കുകൾ മുഴുവൻ നമ്മൾ കണ്ടു തീർക്കുക. അന്ന് വെച്ചാൽ നമ്മൾ ഫിലിം സൊസൈറ്റി ഉണ്ട്, ജസ്റ്റ് തുടങ്ങിയിട്ടുണ്ടെങ്കിലും അങ്ങനെ കാണാനുള്ള അവസരമൊന്നുമില്ല. പക്ഷേ ഇതൊന്നുമില്ല. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മൾ ഈ ഒരു ഷോർട്ട് ടൈം കോഴ്സ് ആണെങ്കിലും രാവിലെ നമ്മൾ 8 മണിക്കോ 7 മണിക്കോ തുടങ്ങുന്ന വർക്ക് രാത്രി തീർന്ന് 2 മണിക്കാണ്. അപ്പോൾ കുറഞ്ഞ ഒരു ദിവസം 4-5 സിനിമയെങ്കിലും കണ്ടിരിക്കും. അത് ക്ലാസിക് സിനിമ എന്ന് ഓർക്കണം. അപ്പോൾ ലോകത്തിലെ മുഴുവൻ ക്ലാസിക് സിനിമകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ സിനിമയെക്കുറിച്ച് എഴുതാനോ പഠിക്കാനോ പിന്നെ സിനിമ ഉണ്ടാക്കാനോ ഒന്നും ഒരു പ്രശ്നവും അല്ലാത്ത അവസ്ഥയിലേക്ക് എത്തുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ സിനിമ നിർമ്മാണത്തിൽ ഞാൻ ഡോക്യുമെൻ്ററിയിലേക്ക് തിരിഞ്ഞു. പിന്നെ എഴുത്ത് അതുപോലെ പാരലായിട്ട് കൊണ്ട്. അപ്പോൾ ഞാൻ ഇത് സിനിമ പാരലായിട്ട് അന്നും ഇന്നും ഒരുപോലെ കൊണ്ടുപോകുന്നുണ്ട്. എനിക്ക് എൻ്റെ ആദ്യത്തെ നാഷണൽ അവാർഡ് കിട്ടിയത് സിനിമയുടെ ഒരു റിസർച്ച് തീസിസിനാണ്. അതായത് മലയാള സിനിമയും സാഹിത്യവും. പിന്നെ നാഷണൽ ഫിലിം ആർക്കൈവ് പ്രോജക്റ്റ് ഒരു ഫെലോഷിപ്പ് കിട്ടിയായിരുന്നു. ആ ഫെലോഷിപ്പിൻ്റെ പുറത്ത് അടൂർ ഗോപാലകൃഷ്ണനായിരുന്നു എൻ്റെ ഗൈഡ്, സൂപ്പർവൈസിങ് ഗൈഡ് വേണമായിരുന്നു. അപ്പോൾ ഞാനായോണ്ട് അദ്ദേഹം സമ്മതിച്ചതാണ്. അപ്പോൾ അദ്ദേഹം അങ്ങനെ സൂപ്പർവിഷൻ ഗൈഡായിരുന്നു. അപ്പോൾ അങ്ങനെ അത് ഇംഗ്ലീഷിലാണ് അത് പിന്നെ നമ്മൾ തീസിസ് കൊടുത്തത്. അതിടയ്ക്ക് ഞാനൊരു പുറത്ത് ഒരു ആഫ്രിക്കൻ കൺട്രിയിൽ 3 വർഷം പോയി ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറായിട്ട് ജോലി ചെയ്യുന്ന സ്ഥലമുണ്ടായിരുന്നു. ഇടയ്ക്ക് അവിടെ ഒരു യുദ്ധം വന്നപ്പം കംപ്ലീറ്റ് എയർപോർട്ട് അടച്ചു. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റിയില്ല. ഒരു മാസക്കാലത്തിരുന്നാണ് ഞാൻ ആ പുസ്തകം മലയാളത്തിലാക്കിയത്. അങ്ങനെയാണ് മലയാള സിനിമയും സാഹിത്യം എന്ന് പറഞ്ഞ പുസ്തകം ഉണ്ടായതും. എൻ്റെ ആദ്യത്തെ സിനിമാ ഗ്രന്ഥമാണ്. അതിനു മുമ്പ് ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുള്ളത് കഥകളാണ്. അപ്പം എൻ്റെ ആദ്യത്തെ സിനിമാ ഗ്രന്ഥത്തിന് തന്നെ എനിക്ക് സ്റ്റേറ്റ് അവാർഡും കിട്ടി, നാഷണൽ അവാർഡ്, രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡലോടുകൂടി. അപ്പം ഇന്ത്യൻ സിനിമയിൽ നമുക്ക് കിട്ടാവുന്ന ദാദാസാഹേബ് ഫാൽക്കെ കഴിഞ്ഞാൽ കിട്ടാവുന്ന ഏറ്റവും വലിയ അവാർഡാണ് സ്വർണ്ണ മെഡലോടുകൂടിയ നാഷണൽ അവാർഡ്. അത് എൻ്റെ ഏറ്റവും വലിയ തമാശ, നമ്മുടെ നടീനടന്മാർക്ക് പോലും ബെസ്റ്റ്, അതാണല്ലോ ഏറ്റവും ഗ്ലാമർ ഉള്ളത്, അവർക്ക് വെള്ളി മെഡലേ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് ബെസ്റ്റ് ഫിലിമിന്, ബെസ്റ്റ് പിന്നെ ഡോക്യുമെൻ്ററി, അതുപോലെ ബെസ്റ്റ് ബുക്ക്, ഇവർക്ക് 3 പേർക്കും കിട്ടുന്നതാണ് ഗോൾഡ് മെഡൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എല്ലാവർക്കും അറിയത്തില്ല. ഈ ഗോൾഡ് മെഡലും ബാക്കി കിട്ടുന്ന എല്ലാം സിൽവർ മെഡലാണ്. നടീനടന്മാർക്കും ബാക്കി എല്ലാവർക്കും കിട്ടുന്ന സിൽവർ മെഡലാണ്. ഗോൾഡ് മെഡൽ അപൂർവമായിട്ട് കുറച്ച് പേർക്ക് മാത്രമേ, ഈ ടോപ്പിലുള്ള മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ആദ്യത്തെ പുസ്തകത്തിന് കിട്ടിയോണ്ട് പിന്നെ ആ മേഖലയോട് നമുക്ക് തുറന്നു കിട്ടി. അപ്പോൾ പിന്നെ അന്ന് മുതൽ പാരലായിട്ട് ഞാൻ പുസ്തകവും ചെയ്യും, ഡോക്യുമെൻ്ററീസും ചെയ്യും. ഫീച്ചർ ഫിലിം ഒരെണ്ണം ചെയ്തു. പക്ഷേ അത് പിന്നെ എൻ്റെ പേരിൽ ഞാൻ തുടങ്ങിയെങ്കിലും അവസാനം എൻ്റെ പേരിൽ അത് റിലീസ് ചെയ്യേണ്ടെന്ന് ഞാൻ പറഞ്ഞു. മറ്റൊന്ന് സാർ മുമ്പ് പറഞ്ഞു നിർത്തിയെടുത്തും തുടങ്ങുകയാണ് അധ്യാപകനായിട്ടൂടെ. അത് കാതോലിക്കറ്റ് കോളേജിലെ കെമിസ്ട്രി അധ്യാപകനായി കയറി അവിടുന്ന് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായിട്ടാണ് വിരമിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ ഗവൺമെൻറ് സ്ഥാപനങ്ങളിലും അല്ലാതെയുമൊക്കെ ഫിലിം ടീച്ചറായിട്ടും സാർ പ്രവർത്തിക്കുന്നുണ്ട്. അത് ഇൻ്റർനാഷണൽ ലെവലിൽ പോലും പോയിട്ടുണ്ട്. അതിനെപ്പറ്റി ഒന്ന്. എൻ്റെ ടീച്ചിങ് എന്ന് പറയുന്നത് കോളേജിനകത്ത് മാത്രമേ ഉള്ളൂ കെമിസ്ട്രി. പക്ഷേ കോളേജിന് പുറത്ത് ഞാൻ അന്നും ആദ്യകാലത്ത് പോലും പഠിപ്പിച്ചുകൊണ്ടിരുന്നത് പിന്നെ ഒന്നിൽ സാഹിത്യം പഠിപ്പിച്ചിട്ടുണ്ട്. ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കോഴ്സ് കഴിഞ്ഞോട് സിനിമ പഠിപ്പിക്കാൻ വേണ്ടി നമ്മൾ എക്യുപ്ഡായി, പ്രശ്നമൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഫിലിം ടീച്ചിങ് ഒരു പിന്നെ ആസ് ഗുഡ് ആസ് കെമിസ്ട്രി ടീച്ചിങ്. പക്ഷേ കോളേജിനകത്ത് ക്ലാസ് റൂമിൽ കെമിസ്ട്രിയും പുറത്ത് ഇത് അങ്ങനെ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും പിന്നെ പഠിച്ചു. പിന്നെ കേരളത്തിനകത്തും കേരളത്തിന് പുറത്തുള്ള ഇൻക്ലൂഡിങ് IIT മദ്രാസ് നമ്മൾ ഫിലിം സ്റ്റഡീസിൽ ക്ലാസ് എടുക്കാറുണ്ട്. അപ്പം എനിക്കൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ സിൻസ് ഐ എം എ ഫിലിം മേക്കർ. പിന്നെ എനിക്ക് ഫിലിം ഉണ്ടാക്കുന്നതിനെക്കുറിച്ചും ക്ലാസ് കണ്ടക്ട് ചെയ്യാൻ പറ്റും,
ഫിലിമിൻ്റെ അപ്രീസിയേഷൻ സൈഡിലും ക്ലാസ് എടുക്കാൻ പറ്റും, ഫിലിം സ്റ്റഡീസിലും ക്ലാസ് എടുക്കാൻ പറ്റും. അങ്ങനെ 2 ലെവലിലും ക്ലാസ് എടുക്കാൻ പറ്റി. പിന്നെ ഫിലിമിൽ PhD ചെയ്യാൻ വേണ്ടി എന്നെ കെമിസ്ട്രിക്കാരന് PhD ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ മാസ് കമ്മ്യൂണിക്കേഷനിൽ ഡിഗ്രി എടുത്തു, PG എടുത്തു. അങ്ങനെ മാസ് കമ്മ്യൂണിക്കേഷൻ PG എടുത്തിട്ടാണ് ഞാൻ PhD ഫിലിം സ്റ്റഡീസിൽ ചെയ്യാനായിട്ട് സ്കൂൾ ഓഫ് ലിറ്ററേച്ചറിൽ പിന്നെ അപ്ലൈ ചെയ്തു. അവർ 2-3 വർഷത്തെ പ്രയാസം കൊണ്ടാണ് അവർ അപ്രൂവലൊക്കെ തന്നത്. കാരണം ഈ മാസ് കമ്മ്യൂണിക്കേഷൻ തന്നെ അവർ ആദ്യം അപ്രൂവ് ചെയ്യണം. ഇവിടെ മാസ് കമ്മ്യൂണിക്കേഷൻ ഇല്ലല്ലോ, നമുക്ക് ആ സമയത്ത് ഇല്ലായിരുന്നു. പിന്നെയാണ് ഇവിടെയൊക്കെ നമുക്ക് മാസ് കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയത്. അപ്പോൾ അങ്ങനെ അപ്രൂവൽ കിട്ടി, അങ്ങനെ ആ സ്റ്റഡീസും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ ആ ഒരു രീതിയിൽ അതുകൊണ്ട് പിന്നെ ജേർണലിസം പഠിപ്പിച്ചു. ഒത്തിരി ഇൻസ്റ്റിറ്റ്യൂഷനിൽ ജേർണലിസം പഠിപ്പിച്ചു. കാരണം ഈ മാസ് കമ്മ്യൂണിക്കേഷൻ ഡിഗ്രി കയ്യിലുണ്ടായതുകൊണ്ട് ജേർണലിസം പഠിപ്പിക്കും. ഇപ്പോഴും തന്നെ ഞാൻ ബിഷപ്പൂർ കോളേജിൽ ഒരു UGC ജേർണലിസം കോഴ്സിൻ്റെ ഡയറക്ടറാണ്, ഓണററി ഡയറക്ടറാണ് ഞാൻ. പക്ഷേ ഇവിടെ ഞാൻ ഫാക്കൽറ്റിയാണ്. അപ്പോൾ അങ്ങനത്തെ കുറേ ഉണ്ട്. പിന്നെ ഈ മീഡിയ ആയിട്ട് ബന്ധപ്പെട്ട യൂണിവേഴ്സിറ്റിയുടെ എല്ലാ ബോഡീസിലും ചെയർമാൻ ഓർ മെമ്പർ അങ്ങനെ ഉണ്ട്. പിന്നെ ഇൻക്ലൂഡിങ് പറയാൻ പാടില്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റർ. അപ്പോൾ അങ്ങനെ അതിൻ്റെ ചെയർമാനും ഒക്കെ ആയിട്ട് ഇപ്പോഴും കുറേ കാലമായിട്ട് പ്രവർത്തിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. കേരളത്തിൽ ഒരുപക്ഷെ അങ്ങനെ എടുത്തു പറയത്തക്ക ഫിലിം അക്കാഡമികൾ ഉള്ളതായിട്ട് തോന്നുന്നില്ല. പൂനെയിൽ ഇപ്പം വളരെ വലിയൊരു ഫിലിം അക്കാഡമിയാണ്. അവിടെ ഒരുപാട് പല രാജ്യങ്ങളിൽ നിന്നുള്ള സ്റ്റുഡൻസാണ് അവിടെ പഠിക്കുന്നത്. അതിൻ്റെ ഒരു ലെവലും സ്റ്റാൻഡേർഡും ഒക്കെ വളരെ ഹൈ ആണ്. ഇതുപോലെ ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് കേരളത്തിൽ മുമ്പ് ഉണ്ടായിട്ടില്ല. എങ്കിൽ പോലും കേരള സിനിമകൾ, മലയാള സിനിമകൾ ഒരുപാട് അവരുടെ നിലവാരത്തിൽ മുൻപന്തിയിൽ നിൽക്കുകയും ചെയ്തു. ഇനിയും കേരളത്തിൽ ഇത്തരം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സാധ്യതയുണ്ടോ സാറിൻ്റെ ഒരു? ശരിക്കും കേരളത്തിലൊരു 10-15 വർഷത്തിന് മുമ്പ് തൊട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങാനുള്ള എല്ലാ പിന്നെ പ്ലാനിങ്ങും തുടങ്ങിയതാണ്. പിന്നെ ഇപ്പോഴും നമ്മൾ യു വിൽ ബി സർപ്രൈസ്ഡ്. കോട്ടയത്ത് കുറേ സ്ഥലങ്ങൾ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടി കുറേ സ്ഥലം എടുത്തിട്ട് അവിടെ ഒരു ചെറിയ ഓഫീസും ഒക്കെ ആയിട്ട് പണ്ട് തുടങ്ങിയതാണ് ഒരു കഴിവ് മിനിസ്ട്രി. ഇവിടുത്തെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഒരു മിനിസ്ട്രി എന്തെങ്കിലും ചെയ്ത് അടുത്ത മിനിസ്ട്രി അത് ഇല്ലാതാക്കുമല്ലോ. അങ്ങനെ കാലാകാലങ്ങളിൽ വരുന്ന മിനിസ്ട്രിയാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ ഇവിടുത്തെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇല്ലാതാക്കിയത്. കാരണം നമുക്ക് കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനുണ്ട്, കേരള സ്റ്റേറ്റ് ചലച്ചിത്ര അക്കാദമിയുണ്ട്. അപ്പോൾ ഈ 2 സ്ഥാപനമുള്ള സ്ഥിതിക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുക എന്ന് പറയുന്നത് വളരെ ഈസിയാണ്. പിന്നെ ഇവിടെ ആവശ്യത്തിന് ഇനി പഠിപ്പിക്കാനുള്ള ടീച്ചേഴ്സും അങ്ങനെയെല്ലാം ഉണ്ട്. പിന്നെ എക്യുപ്മെൻറ്റ്സ് ഒന്നുമുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു എക്യുപ്മെൻറ്റ്സിനൊന്നും പ്രശ്നമില്ല. ഡിജിറ്റൽ സിനിമാറ്റോഗ്രാഫിയൊക്കെ മാറിയ സ്ഥിതിക്ക് എക്യുപ്മെൻറ്റ്സ് ഒക്കെ വളരെ കുറച്ച് മതി. ഈ പറയുന്ന പോലെ ഫുൾ ഫ്ലെഡ്ജ്ഡ് ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒന്നും ഇപ്പം സ്കോപ്പില്ല. പക്ഷേ ചെറിയ രീതിയിലുള്ള ധാരാളം ചെറിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്ക് നമുക്ക് ധാരാളം സ്കോപ്പുണ്ട്. ഡിജിറ്റൽ സിനിമാറ്റോഗ്രാഫിയും അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ പഠിപ്പിക്കാൻ, ബേസിക്കായിട്ട് കാര്യങ്ങൾ പഠിപ്പിക്കാൻ. ഇപ്പോൾ പ്രൈവറ്റായി ഏരിയയിൽ ധാരാളം ഇൻസ്റ്റിറ്റ്യൂഷന് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ അവരൊരു കൊമേഴ്സ്യൽ വെഞ്ചറാണ്. അവർക്ക് ലാഭം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എനിക്ക് ഐ എം ഡൗട്ട്ഫുൾ അബൌട്ട് ദ സ്റ്റഫ് കമ്മിങ് ഔട്ട്. അപ്പോൾ അതിനകത്ത് അത്രയ്ക്ക് ഒരു ഇതില്ല. നേരെ മറിച്ച് വളരെ ഒതൻറ്റിക്കായിട്ട് നമ്മൾ പൂനെയിലെയോ അല്ലെങ്കിൽ മദ്രാസിലെയോ അല്ലെങ്കിൽ കൽക്കട്ടയിലെയോ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റുഡൻസിനെ പോലുള്ള. അപ്പോൾ ഒരു വൻതോതിലുള്ള പഴയ രീതിയിൽ പൂനെയിലെ പോലെയോ ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഇപ്പോൾ സ്കോപ്പില്ല. പക്ഷേ ഡിജിറ്റൽ സിനിമാറ്റോഗ്രാഫി പഠിപ്പിക്കുക അല്ലെങ്കിൽ ഡിജിറ്റൽ ലേണിങ്ങിന് വേണ്ടിയുള്ള ഒരു പിന്നെ ചെറിയ രീതിയിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വേണം. അപ്പോഴും കേരളത്തിൻ്റെ പല റീജിയനുകളിൽ പല അത്തരം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഗവൺമെൻറ് ലെവലിൽ സ്ഥാപിക്കുന്നത് നന്നായിരിക്കും. അത് ഓതൻറ്റിക്കായിട്ട് ആൾക്കാരെ ട്രെയിൻ ചെയ്യാനും പിന്നെ മറ്റ് പ്രൈവറ്റ് മേഖലയിലുള്ള എക്സ്പ്ലോയിറ്റേഷൻ ഇല്ലാതാക്കാനും അത് കഴിയും. നമ്മുടെ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന വളരെ പരിചയസമ്പന്നരായ ആളുകളുടെ സേവനം ഉപയോഗിച്ച് നടത്താനും പറ്റും. ദേശീയ ലെവലിൽ ശ്രദ്ധ ആകർഷിക്കപ്പെടുന്ന ഒരുപാട് ഡയറക്ടേഴ്സ്, മറ്റ് ടെക്നീഷ്യൻസ് ഒക്കെ കേരളത്തിലുണ്ട്, മലയാള ഭാഷയിലുണ്ട്. എന്നാൽ ഒരുപാട് പേരും കേരളത്തിൽ അവർക്ക് അർഹിക്കുന്ന പ്രാധാന്യം കിട്ടുന്നുമില്ല. ഇതിനെപ്പറ്റി സാർ എന്ത് പറയും? നമ്മൾ പിന്നെ ഇപ്പോൾ ഞാൻ ഈ ലോകത്തിലുള്ള മിക്ക ഫെസ്റ്റിവലുകളും പോയിക്കുന്നുണ്ട്. എനിക്കൊരു കാര്യം മനസ്സിലായി. നമ്മുടെ മലയാള സിനിമ, പ്രത്യേകിച്ച് ഇന്ത്യൻ സിനിമ അല്ലെങ്കിൽ മലയാള സിനിമ പ്രത്യേകിച്ചും ഒട്ടും പിന്നിലല്ല. ലോകത്തിലെ ഏത് സിനിമകളിലൂടെയും കിടന്നു നിൽക്കാവുന്ന സിനിമകളാണ് മലയാളത്തിലുണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ അടൂർ ബാലകൃഷ്ണൻ്റെയും അല്ലെങ്കിൽ നേരത്തെ അരവിന്ദൻ്റെയും ഒക്കെ സിനിമകൾ ലോകത്തുള്ള ഏത് ചലച്ചിത്രങ്ങളുമായിട്ടും കിടപിടിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ അടൂർ ബാലകൃഷ്ണനൊക്കെ ഇൻ്റർനാഷണൽ സ്റ്റാൻഡിംഗ് ഉണ്ട്. നമ്മൾ ഏത് ഫെസ്റ്റിവലിൽ പോയാലും അടൂർ ബാലകൃഷ്ണനെ കുറിച്ച് അന്വേഷിക്കുന്ന ധാരാളം ആൾക്കാരെ നമ്മൾ പരിചയപ്പെടാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സിനിമ മോശമാണെന്നൊന്നുമില്ല. നമ്മൾ എക്വിപ്പിടുന്നുമുണ്ട്. നമ്മുടെ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയുന്ന ഒരു ഏർപ്പാടുണ്ടല്ലോ. എന്നെ സംബന്ധിച്ചുള്ള അങ്ങനെ വരില്ല. മലയാള സിനിമ തീർച്ചയായും ലോകത്ത് അംഗീകരിക്കപ്പെടേണ്ടതാണ്, അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് താനും.
പിന്നെ ഇവിടുത്തെ ടെക്നീഷ്യൻസിൻ്റെ കാര്യം, ഇപ്പോൾ ബോളിവുഡിൽ ഇപ്പം ഒരു വലിയൊരു പെർസെൻറ്റേജ് ടെക്നീഷ്യൻസ് മലയാളികളാണ്. പക്ഷേ അവർ ഒരു ബോൺ ആൻഡ് ബോട്ടപ്പ് പിന്നെ US ഓർ സംവെയർ അങ്ങനത്തെ ഒരു കുറേ ആൾക്കാരാണ്. പിന്നെ ബോംബെ ഇൻഡസ്ട്രിയിൽ നിന്ന് പോയവരുണ്ട്. ബോംബെ ഇൻഡസ്ട്രി തന്നെ ഇപ്പം കൂടുതലുള്ള ആൾക്കാരല്ല. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് എന്നോട് ആരോട് പറയുന്നതായിട്ട് ബോംബെയിലെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഇൻഡസ്ട്രിയിലെ ക്യാമറമാൻ മുഴുവൻ മലയാളികളാണ്. ഈ ഇൻഡസ്ട്രിയിലെ ക്യാമറമാന്മാർ ഇതെല്ലാം, അതുപോലെ ടെക്നീഷ്യൻസ് എല്ലാം മലയാളികളാണ്. റസൂൽ പൂക്കുട്ടി അറിയില്ല, റസൂൽ പൂക്കുട്ടി പിന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് സൗണ്ട് ടെക്നീഷ്യൻസ് ഇൻ ബോംബെ ഇൻഡസ്ട്രി. പക്ഷേ അദ്ദേഹം ഒരു ഓസ്കാർ അവാർഡ് കിട്ടിയ പടത്തിൽ വന്നപ്പോഴാണ് അദ്ദേഹം ശ്രദ്ധിക്കപ്പെട്ടത്. അതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ടെക്നീഷ്യൻസിൻ്റെ ഒന്നും നമുക്കൊരു പിന്നെ പോരായ്മയൊന്നുമില്ല. അപ്പോൾ ആ ടെക്നീഷ്യൻസിന് നമ്മുടെ നാട്ടിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് വിലയില്ലല്ലോ, കാരണം അവർക്ക് ലിമിറ്റഡ് അല്ലേ. നമ്മുടെ ഒരു സിനിമയുടെ ഏറ്റവും വലിയ ദോഷമാണ് വളരെ ലിമിറ്റഡാണ്. നമ്മുടെ പണ്ട് തന്നെ നമ്മുടെ സിനിമാക്കാരൊക്കെ ഒരുമാതിരി പ്രസിദ്ധി കിട്ടുന്ന ചെന്നൈ പോകുമ്പോഴല്ലേ, തമിഴ് ഫിലിം ഇൻഡസ്ട്രിയിലല്ലേ. ഇപ്പം തമിഴും മലയാളവും ഒന്നും വ്യത്യാസമൊന്നുമില്ല, എല്ലാവരും എല്ലായിടത്തും വർക്ക് ചെയ്യുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ടെക്നീഷ്യൻസ് വൈസായാലും ഡയറക്ടേഴ്സ് വൈസാണെങ്കിലും ഈവൻ ആക്ടേഴ്സ് വൈസായാലും നമ്മുടെ മലയാളം ഒട്ടും പിന്നോക്കമല്ല. അവർ അംഗീകരിക്കപ്പെടുന്നില്ല എന്നുള്ളത് പിന്നെ ഒരു പക്ഷേ നമ്മുടെ നാട്ടിലെ ഒരു അവസ്ഥയായിരിക്കും, പക്ഷേ പുറത്ത് അവർ അംഗീകരിക്കപ്പെടുന്നുണ്ട്. ഇപ്പം സാർ പറഞ്ഞതുപോലെ തന്നെ ഹോളിവുഡിലും ബോളിവുഡിലും ഒക്കെ നമ്മുടെ ടെക്നീഷ്യന്മാർ ഒരുപാട് പേരുണ്ട്. സാറും ഇതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ലെവലിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ഒരുപാട് ഡോക്യുമെൻ്ററീസ്, ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ്. അതിനെപ്പറ്റി സാറിന് പറയാം. ഈ പറഞ്ഞതിനെ തുറച്ചാൽ ഇപ്പോൾ എനിക്ക് ഈ പറയുന്ന പോലെയുള്ള അംഗീകാരമൊന്നും നമ്മുടെ കേരളത്തിൽ കിട്ടിയിട്ടില്ല. ഓഫ് കോഴ്സ് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്, ചിലപ്പോൾ നാഷണൽ അവാർഡും കിട്ടിയിട്ടുണ്ട് എന്നുള്ള, പക്ഷേ അതുകൊണ്ട് അവിടെ തീർന്നു. വേറെ ആരും നമ്മൾ ഡോക്യുമെൻ്ററി കാണാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഒന്നും ഇതില്ല. കാരണം വ്യത്യസ്തമായ ഡോക്യുമെൻ്ററി ആയതുകൊണ്ടായിരിക്കാം. ഇപ്പോൾ ഒരു ബാക്കി എൻ്റെ കൂടെ പോകുന്നൊരു സാധനമാകുമ്പം പിന്നെ ചിലപ്പോൾ ആൾക്കാർ നോക്കുമായിരിക്കും, പക്ഷേ ഇത് വേറെ വേറിട്ട് നിൽക്കുന്നത് കൊണ്ടായിരിക്കും അങ്ങനെ സംഭവിക്കുന്നത്. ഉദാഹരണത്തിന് എൻ്റെ പിന്നെ ചിലപ്പോൾ മോൻസി ഓർക്കുന്നുണ്ടായിരിക്കും, കടമ്മനിട്ട രാമകൃഷ്ണൻ്റെ പോയട്രിയെ ബേസ് ചെയ്ത് ഞാനൊരു സിനിമ ഉണ്ടാക്കി. ഒരു വലിയ വെഞ്ചറായിരുന്നു. കാരണം നോർമലി ആരും അങ്ങനെ ചെയ്യുന്നില്ല. അദ്ദേഹത്തിൻ്റെ ലൈഫാണ് നമ്മൾ പറയുന്നത്, പക്ഷേ യൂസിങ് ഓൺലി പോയട്രി, വേറെ ഒന്നും ചെയ്തിട്ടില്ല. അതിനകത്ത് കമൻട്രി എന്ന് പറയുന്ന സാധനമില്ല. കടമ്മനിട്ട തന്നെ അദ്ദേഹത്തിൻ്റെ കവിതകൾ, ആത്മാംശമുള്ള കവിതകൾ ആലപിക്കുന്നു. പക്ഷേ ഞാൻ ആ കവിതകളെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു ഇൻ വിഷ്വൽ ടേംസ്, അങ്ങനെ ചെയ്തു. പക്ഷേ അതിന് എനിക്ക് ലോകത്ത് മുഴുവൻ അംഗീകാരം കിട്ടി. പക്ഷേ എനിക്കതില്ല, കേരളത്തിൽ എനിക്കിപ്പോൾ സ്റ്റേറ്റ് അവാർഡ് കിട്ടി, ഫിലിം കിട്ടീസ് അവാർഡ് കിട്ടി, അങ്ങനെ അവാർഡുള്ളതെല്ലാം കിട്ടി. പക്ഷേ അങ്ങനെ അധികം പേരൊന്നും കേരളത്തിൽ കണ്ടിട്ടില്ല. പ്രേക്ഷകർക്കിടയിൽ ഒരു ജനശ്രദ്ധ. കറക്റ്റ്. കാരണം അതിനുള്ളൊരു ഇപ്പം മീഡിയ പോലും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പ്രൊജക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല. വളരെ ലൈറ്റായിട്ടുള്ള കാര്യങ്ങൾ, വളരെ സാധാരണ കാര്യങ്ങളൊക്കെ മീഡിയ പ്രൊജക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷേ ഒരു സീരിയസ് ആയിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ, വ്യത്യസ്തമായിട്ട് ചെയ്താൽ അത് പ്രൊജക്റ്റ് ചെയ്യാനൊന്നും മീഡിയ ശ്രമിക്കാറില്ല, അവരെ കണ്ടെത്താനും ശ്രമിക്കാറില്ല. ഇപ്പോൾ ഞാനിപ്പം മാഞ്ചസ്റ്റർ ഫിലിം ഫെസ്റ്റിവലിൽ നിഷാദ് എന്നാണ് പലത്തിൻ്റെ പേര്, നിഷാദം കാണിച്ചു. ഇറ്റ് ഇസ് ഹൈലി അപ്രീഷിയേറ്റഡ്. പിന്നെ ഓസ്ട്രേലിയയിലെ ബ്രിസ്ബെയിനിൽ ഒരു ഫിലിം ഫെസ്റ്റിവലിൽ പോയട്രി ഓഫ് ദ പ്ലേസ് എന്ന് പറയുന്ന ഈ പടത്തിന് വേണ്ടി ഒരു പ്രത്യേക ഒരു സെക്ഷൻ ഉണ്ടാക്കിയത്. എന്നിട്ട് അവർ ഒത്തിരി ഷോസ് കണ്ടക്ട് ചെയ്തു. എന്നിട്ട് അവർ ഈ ഗ്രേഡ്സ് ഉണ്ട്, ഇത് കഴിഞ്ഞ് നമുക്ക് ഗ്രേഡ്സ് അയച്ചു തരും, ഈ ഓഡിയൻസ് റേറ്റിംഗ്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ ഓഡിയൻസ് റേറ്റ്സ് 9 out of 10 ആണ്. അപ്പോൾ അത്ര റേറ്റിംഗ് കിട്ടിയ ഒരു പടം നോബഡി കെയർസ് ഹിയർ. അപ്പോൾ ഒരു ഇൻ്റർനാഷണൽ ലെവൽ 9 out of 10 എന്ന് പറഞ്ഞാൽ വലിയ റേറ്റിംഗ് ആണ്. ഇപ്പോൾ 5 സാറിന് അങ്ങനെ പോകാറില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ് ഓഫ് കോഴ്സ്. ഇപ്പം മാഞ്ചസ്റ്ററിൽ ഇപ്പം ഞാൻ മൈസെൽഫ് ബ്രിസ്ബെയിനിൽ എനിക്ക് ആ സമയം പോകാൻ പറ്റില്ല. അടുത്ത വർഷം ഞാൻ ജൂറി ആയതുകൊണ്ട് അങ്ങനെ പോകാൻ പറ്റിയില്ല. ബ്രിസ്ബെയിനിൽ ഒരു നൈജീരിയൻ ഫിലിം ഡയറക്ടർ പുള്ളി സ്റ്റേജിൽ വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് ദിസ് ഇസ് നോട്ട് യുവർ ഫിലിം, ദിസ് ഇസ് അവർ ഫിലിം. കാരണം ഇവർക്ക് ഈ ആങ്സെസ്റ്റേഴ്സിൻ്റെ പൂജ അങ്ങനെയൊക്കെ ബന്ധപ്പെട്ട നമ്മുടെ ഈ കുറത്തിയില്ലേ അതിനകത്ത്, അതുമായിട്ടൊക്കെ അവർക്കൊരു ബന്ധമുണ്ടെന്നാണ് അവരെ അവകാശപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ നമുക്കൊരു വേൾഡ് വൈഡ് അപ്രീസിയേഷൻ കിട്ടിയ ഒരു സിനിമയാണ്. മിക്കവാറുമുള്ള എല്ലാ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽസിലും, അതുപോലെ നമ്മുടെ പ്രവാസികൾ പുറത്തുള്ള എല്ലാ പ്രവാസി സംഘങ്ങളിലും ഈ സിനിമ, ഗൾഫിൽ എനിക്ക് ദോഹയിൽ പിന്നെ നമ്മൾ ഫിലിം സ്ക്രീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലായിടത്തും സ്ക്രീൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് അതിന് കിട്ടേണ്ട ഒരു അംഗീകാരം വാസ്തവത്തിൽ ഓഫ് കോഴ്സ് അവാർഡ് കിട്ടിയിട്ടുണ്ട്, ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല, ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷേ പൊതുജനങ്ങളുടെ ഇടയിൽ നിന്ന് അത്തരം ഒരു പടത്തിന് കിട്ടേണ്ട ഒരു അംഗീകാരം നമുക്ക് ലഭിച്ചിട്ടില്ല. സാറിൻ്റെ ഈ ഡോക്യുമെൻ്ററിയുടെ കണ്ടിന്യൂഷൻ്റെ ഭാഗമായി ഈ അടുത്തിടെ റിലീസ് ചെയ്ത പുനർജനി എന്ന് പറയുന്ന ഡോക്യുമെൻ്ററി, ഒരു പക്ഷേ അത് സാർ മുമ്പ് പറഞ്ഞ പോലല്ല, എന്നാലും കുറേ കൂടി ജനശ്രദ്ധ നേടിയ ഒരു ഡോക്യുമെൻ്ററി ആയിരുന്നു. അത് എനിക്ക് തോന്നുന്നു കുറേ കൂടെ കേരളത്തിൽ കൂടുതൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിലെ മിക്ക സെൻറ്ററുകളിലും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് ആദ്യം അത് വിക്ടേഴ്സ് ചാനലിലാണ് വന്നത്. അപ്പോൾ അങ്ങനെ ഒത്തിരി പേര് അറിഞ്ഞു. പിന്നെ എനിക്ക് ഒത്തിരി പേര് പിന്നെ എനിക്കത് മാർക്കറ്റ് ചെയ്യാത്തതുകൊണ്ട് ശരിക്കും ഞാൻ ഈ ഡോക്യുമെൻ്ററി പ്രൊഡ്യൂസറാണ് എൻ്റെ ഫ്രണ്ട് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞത്. അബുദാബിയിലുള്ള രവി എന്ന് പറഞ്ഞ എൻ്റെ ഫ്രണ്ടാണ് ആ ഡോക്യുമെൻ്ററി പ്രൊഡ്യൂസ് ചെയ്തത്.
അതായത് ഒരു വിത്തൗട്ട് എനി പ്രീ കണ്ടീഷൻസ്. അപ്പോൾ ഹി വാസ് സിംപ്ലി ഇൻവെസ്റ്റിംഗ്. ആ ഈ സബ്ജക്റ്റിലുള്ള ഇൻട്രസ്റ്റ് കൊണ്ട് മാത്രം ഒരു നല്ല സൃഷ്ടി ഉണ്ടാകണമല്ലോ. അട്ടപ്പാടിയിലുള്ള ഒരു പുഴയെ പറ്റിയാണ്. ഒരു 25 വർഷം മുമ്പ് മൺമറഞ്ഞു പോയ ഒരു പുഴ പ്രകൃതി പുനഃസ്ഥാപനം കൊണ്ട് വീണ്ടും, അതായത് ഗ്രൗണ്ട് വാട്ടർ സപ്ലൈ ഉണ്ടായപ്പോൾ പുഴ ഉണ്ടായി. അതായത് മണ്ണ്, പിന്നെ ജല സംരക്ഷണം, മണ്ണ്, വന, ജല സംരക്ഷണം, ഈ 3 സംരക്ഷണത്തിൽ കൂടെ പിന്നെ ഗ്രൗണ്ട് വാട്ടർ ഉണ്ടായി. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പുഴ പുനർജനിച്ചു. അത് വളരെ ഒരു ഡെവലപ്മെൻറ്റ് മോഡലാണ് ശരിക്കും പറഞ്ഞാൽ. പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിൽ എല്ലാ വീട്ടിലും കുളം ഉണ്ടായിരുന്നു. ഈ കുളത്തിൻ്റെ പർപ്പസ് തന്നെയാണ്. ഈ കുളം എന്ന് പറയുന്നത് ഗ്രൗണ്ട് വാട്ടർ ഉണ്ടാക്കാൻ വേണ്ടി, വെള്ളം ശേഖരിക്കാൻ വേണ്ടി ചെയ്തു വെച്ചിരുന്നതാണ്. ഞാനിപ്പോൾ എനിക്ക് ഈ കാണുന്ന സ്ഥലം കംപ്ലീറ്റ് ഞാൻ മുരിങ്ങ വെച്ചിരിക്കുക. അപ്പോൾ ഇത്രയും താഴേന്ന് വെള്ളം അടിച്ചിട്ടാണ്, ഈ വെള്ളം ഇവിടെ സ്റ്റോറേജ് ചെയ്തിട്ടാണ് ഞാൻ ഇത്രയും സ്ഥലം കംപ്ലീറ്റ് നനയ്ക്കുന്നത്. പക്ഷേ പണ്ട് ഒരു 10 വർഷം മുമ്പാണെങ്കിൽ നടക്കില്ല. കാരണം വെള്ളമില്ലാതെ ഇവിടുന്ന് സ്ഥലം വിട്ട ആൾക്കാരാണ്. കാരണം ഞാൻ മുരിങ്ങ വെച്ചിരിക്കുന്നു, വാഴ വെച്ചിട്ടുണ്ട്, പിന്നെ തെങ്ങ് വെച്ചിട്ടുണ്ട്, ഇതിൻ്റെ ഇടയിൽ കവുങ്ങ് വെച്ചിട്ടുണ്ട്. ഈ വെള്ളം കൊണ്ടാണ് കംപ്ലീറ്റ് അത് ഞാൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ നാട്ടിലുള്ള ഓരോരുത്തരും എല്ലാവർക്കും ഇപ്പോൾ വെള്ള സൗകര്യമായി, എല്ലാവരും കൃഷിയിലാണ്. അപ്പോൾ അതിൻ്റെ ശരിക്കും ഒരു പുനഃസൃഷ്ടിയാണിത്. അപ്പോൾ ഇറ്റ്സ് എ ന്യൂ ഡെവലപ്മെൻറ്റ് മോഡൽ. അപ്പോൾ ആ ഡെവലപ്മെൻറ്റ് മോഡൽ നന്നായിട്ട് പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ അതുകൊണ്ട് ഒരു വൈഡ് അംഗീകാരം. എനിക്ക് ഏറ്റവും നല്ല ഇപ്പോൾ ഒരു സ്റ്റേറ്റ് അവാർഡിനെക്കാട്ടി പിന്നെ ഞാൻ അംഗീകരിക്കുന്നത് ഈ ഗ്രീൻസ് അവാർഡാണ്. അത് ലോകം മുഴുവനുള്ള മലയാളികളായിരിക്കും. മലയാളികളും മറ്റ് കാഴ്ചക്കാരും കാണുമായിരിക്കും. അവർ ഓൺലൈനിൽ വോട്ട് ചെയ്തു. എന്നിട്ട് അതിൽ നിന്ന് 10 പടം സെലക്ട് ചെയ്തു. അല്ല, എനിക്കത് 10 പ്രിലിമിനറി അവർ സെലക്ട് ചെയ്ത് 10 പടം ഓൺലൈനിലിട്ടു. എന്നിട്ട് മൊത്തമുള്ള ആൾക്കാർ ഓൺലൈനിൽ വോട്ട് ചെയ്തു. അപ്പോൾ ഈ ഓൺലൈൻ വോട്ട് ചെയ്യുമ്പോൾ നമുക്ക് അവരെ ആരെയൊന്നും അറിയത്തൊന്നുമില്ലല്ലോ. അപ്പോൾ ഞാനിതൊന്നും അറിഞ്ഞില്ല. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ റിസൾട്ട് വന്നപ്പോഴാണ് നമ്മൾ അറിഞ്ഞത്. എന്നിട്ട് ഫസ്റ്റ് ഈ പുനർജനിക്ക് കിട്ടി. അപ്പോൾ അത് ഇറ്റ്സ് എ റിയൽ അവാർഡ്. അത് ജനങ്ങൾ തന്ന അവാർഡാണ്, അല്ലാതെ ഒരു ജൂറിയുടെ അവാർഡൊന്നും അല്ല. അപ്പോൾ അങ്ങനെ അപ്പോൾ അതുകൊണ്ട് ആ മെസ്സേജ് പിന്നെ ഇറ്റ് വാസ് അക്സെപ്റ്റഡ്. പിന്നെ മിക്കവാറും ത്രൂ ഔട്ട് കേരള അത് എവിടെയെങ്കിലുമൊക്കെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ഇതൊക്കെ ഉണ്ട്. ഓഫ് കോഴ്സ് ദർ ഇസ് നോ മോണിറ്ററി ബെനിഫിറ്റ്. അത് ഈ അവാർഡ് കിട്ടിയത് കുറച്ച് എമൗണ്ട് ഒക്കെ ഉണ്ട്. ഈ മനോരമയുടെ അവാർഡ് നല്ല അവാർഡായിരുന്നു. അതിൽ പകുതി പ്രൊഡ്യൂസർക്കും പകുതി ഡയറക്ടർക്കും അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ഉണ്ട്. Attapadi now faces a crucial threat of another deforestation. Windmills are multiplying on the hitherto converted naked hills of Attapadi. Perhaps Attapadi Hills may host the largest number of windmills in Kerala in the days to come. Are we destined to witness the death of river Kudungarapalam once again? When the last tree is felled, when the last fish is floating dead, only then you will realize its value. You will then realize that there is no value for the money you value now the most. എനിക്ക് അതിനെക്കാട്ടി സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ വേറൊരു വാക്കാണ് പുനരാഖ്യാനം എന്ന് പറഞ്ഞിരണം. അത് നമ്മുടെ മൂവാറ്റുപുഴ ലൈംഗിക തൊഴിലാളികൾ അവരുടെ ഒരു പുനരധിവാസവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്റ്റോറിയാണ്. എല്ലാവരും ഈ ലൈംഗിക വൃത്തിയെ പ്രോത്സാഹിപ്പിക്കുന്ന സിനിമകളാണ് എടുക്കുന്നത്. നമ്മൾ തിരിച്ച് ജീവിതത്തിലേക്ക്, സമൂഹത്തിലേക്ക് തിരിച്ചു മടങ്ങി വരുന്ന 10 പേരുടെ കഥകളാണ് പറഞ്ഞത്. അത് നല്ല, അതെനിക്ക് 2007 സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ഡോക്യുമെൻ്ററിയാണ്. എനിക്കൊരു ഇതുണ്ട്, എൻ്റെ ഇറക്കിയ എല്ലാ പുസ്തകത്തിനും അല്ലെങ്കിൽ എല്ലാ ഡോക്യുമെൻ്ററിക്കും either സ്റ്റേറ്റ് അവാർഡോ നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ചെയ്ത വർക്കിന് അംഗീകാരം കിട്ടിയിട്ടുണ്ട് ആ ലെവലിൽ. പക്ഷെ നമ്മൾ അതല്ല പ്രതീക്ഷിക്കുന്നത്. നമ്മൾ ഇത് ഉൾക്കൊള്ളേണ്ട പ്രേക്ഷകർ ഇത് കാണുന്നില്ല എന്നുള്ളൊരു വലിയൊരു പിന്നെ വിഷമമുണ്ട്. ഇതുവരെ നിങ്ങൾ കണ്ടത് ഇന്നലെ വരെ ഞങ്ങൾ നയിച്ച ജീവിതമാണ്. ഇന്ന് അത് പാടെ മാറി ഞങ്ങളൊരു പുതിയ ജീവിതത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഞങ്ങളുടെ സ്വരുമ സ്വയാശ്രയ സംഘത്തിലെ ആളുകളാണ് ഇവിടെ കൂടിയിരിക്കുന്നത്. ഞങ്ങളുടെ ഈ സ്വരുമ ഇത്രയും വളർത്തി വലുതാക്കി, ഈ സ്വരുമയുടെ തുടക്കം മുതൽ ഇത്രയും വളർത്തി വലുതാക്കിയ ഞങ്ങളുടെ ഷെഫീന മാഡമാണ് ഈ ഇരിക്കുന്നത്. ഇവിടെ വന്ന് സ്റ്റാൻഡിലൊക്കെ വന്ന് ഒരുപാട് അടിയിടിയൊക്കെ കൊണ്ടു. സ്വന്തക്കാരും ബന്ധുക്കാരൊക്കെ വേർതിരിക്കും.
എൻ്റെ അമ്മയ്ക്ക് മാനസിക രോഗമായിരുന്നു. മരുന്ന് മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമേ വിചാര രംഗത്തേക്ക് ഇറങ്ങിയത്. ഇടയ്ക്കൊക്കെ അടി കിട്ടിയിട്ടുമുണ്ട്. റിസോഴ്സ് സെൻറ്റർ ഫോർ ട്രെയിനിങ് ആൻഡ് കൗൺസിലിംഗ്, അതായത് RCTC എന്ന സംഘടന 1996 മൂവാറ്റുപുഴ, കൂത്താട്ടുകുളം, കോതമംഗലം എന്നീ ഏരിയയിൽ ട്രെയിനിങ്, എംപവർമെൻറ്റ് ആസ്പെക്ട്, കൗൺസിലിംഗ് എന്നീ മേഖലകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥാപനമായിരുന്നു. 1999 കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ ലൈംഗികാരോഗ്യ പദ്ധതി ഏറ്റെടുത്ത് നടപ്പിലാക്കിയത്. ഒരു പക്ഷേ ഇന്ന് സോഷ്യൽ നെറ്റ്വർക്ക് സൈറ്റുകളൊക്കെ വളരെ ആക്റ്റീവായ ഈ കാലത്ത് ഇത്തരം ഡോക്യുമെൻ്ററികൾ കൂടുതൽ മാർക്കറ്റ് ചെയ്യാൻ, ജനങ്ങളിലേക്ക് ഇറക്കി വിടാനുള്ള സംവിധാനങ്ങളുണ്ട്. സാർ അത്തരം പദ്ധതികളെ പറ്റി എന്തെങ്കിലും? എനിക്ക് കാരണം നമ്മളിതുവരെ മാർക്കറ്റ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഈ ഡോക്യുമെൻ്ററീസ് ഒന്നും മാർക്കറ്റ് ചെയ്തിട്ടില്ല. അത് ദാറ്റ് മീൻസ് ഇത് ഉണ്ടാക്കിയതായൊന്നും തിരിച്ചെത്തിയിട്ടില്ല. എക്സെപ്റ്റ് അവാർഡ് എമൗണ്ട് അറിയാമല്ലോ, വളരെ പ്രത്യേകിച്ച് സ്റ്റേറ്റ് അവാർഡൊക്കെ വളരെ തുച്ഛമായ തുകകളാണ്. അപ്പോൾ ഇതല്ലാതെ നമുക്ക് ശരിക്കും ഒരു പ്രോപ്പർ മാർക്കറ്റിംഗ് ഒക്കെ ഒരു പോസിബിലിറ്റി ഉണ്ടെങ്കിൽ ഇനി ആരെങ്കിലും അത് അങ്ങനെയുള്ളവരെ ബന്ധപ്പെടണം, അങ്ങനെ ചെയ്യാനുള്ള ഉണ്ട്. അപ്പോൾ അതിനുള്ള ഒരു ശ്രമത്തിലാണ്. ഒന്നാമത് നമ്മൾ ഒരു പ്രൊജക്റ്റ് കഴിയുമ്പോൾ നമ്മൾ പിന്നെ അതും വിട്ടു അടുത്ത ഒന്നിലേക്ക് പോവല്ലേ. പിന്നെ നമുക്കൊരു ഓഫീസ് സെറ്റപ്പോ അങ്ങനെയൊന്നും ഇല്ലല്ലോ ഇത് ഫോളോ അപ്പ് ചെയ്യാനും. എല്ലാം ഫോർ എവറിത്തിങ് ഐ ഹാവ് ടു ഗോ. അത് പലപ്പോഴും നടക്കത്തില്ല. അതൊക്കെ എൻ്റെ ഒരു ബുദ്ധിമുട്ട്. ഞാൻ വീണ്ടും തിരിച്ചു വരുന്നു മലയാളം സിനിമയിലേക്ക്. പുതിയ സിനിമകൾ വരുന്നു, പഴയ സിനിമകൾ ഉണ്ടായിരുന്നു. ഇതിലെല്ലാം ഒരു കോമൺ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇതിനിടയ്ക്കെല്ലാം ഒരു പ്രണയമുണ്ട്. ഒരു പക്ഷേ ഒരു സാധാരണ മനുഷ്യ ജീവിതത്തിൽ വിസ്മരിക്കാൻ പറ്റാത്ത ഒരു വികാരമാണ് പ്രണയം. ഇതിൻ്റെ വിവിധ തലങ്ങൾ ഓരോ സിനിമകളിലും ആവിഷ്കരിക്കപ്പെടുന്നുണ്ട്. പ്രമേയത്തിൽ എന്തെങ്കിലും കാതലായ മാറ്റങ്ങൾ ഇൻ ഫ്യൂച്ചർ ഉണ്ടാകുമോ? ഇത്തരം സിനിമകൾ മാത്രമേ ഇനി മലയാളത്തിൽ തുടർന്നും ഉണ്ടാകത്തുള്ളൂ? മലയാളത്തിലെ ആ പ്രണയത്തിൻ്റെ ഒഴുക്കൊക്കെ നിന്നല്ലോ. ഇപ്പോൾ വല്ലപ്പോഴുമൊക്കെ അല്ല പ്രണയം ഒരു തീമായിട്ട് വരുന്നുള്ളൂ. പിന്നെ എവിടെയെങ്കിലുമൊക്കെ സൈഡ് ട്രാക്കായിട്ട് ചില ഒരു ഉപകഥകളായിട്ട് വല്ല പ്രണയം വരുമല്ലോ. ആ മെയിൻ ആ പ്രണയത്തിൻ്റെ കാരണം എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് പ്രോപ്പറായിട്ട് പ്രണയിക്കാൻ പോലും സമയമില്ല. അവരുടെ ആറ്റിറ്റ്യൂഡ് മാറി, പ്രണയത്തോടുള്ള ആറ്റിറ്റ്യൂഡ് മാറി. പണ്ട് നമുക്ക് ഈ അനശ്വര പ്രണയം എന്നൊക്കെ പറഞ്ഞല്ലേ, ഇറ്റ്സ് എ തിങ് ഓഫ് ദ പാസ്റ്റ്. അങ്ങനെ ഒരു കാര്യം ഈ പുതിയ കാലഘട്ടത്തിലില്ല. ഇപ്പോൾ പുതിയ നമ്മൾ ഈ പറയുന്ന സിനിമകളിലൊക്കെ പ്രണയം എന്ന് പറയുന്നത് വളരെ കാഷ്വലാണ്. സീരിയസ് ആയിട്ട് വരുന്ന ചിലപ്പോൾ 1-2 സിനിമകൾ കാണും. ഉദാഹരണത്തിന് ആ ബ്ലസ്സിയുടെ പ്രണയം, അതൊരു പുതിയ സിനിമയായി പെടാത്താവുന്നതല്ല, ഒരു പഴയ സിനിമയിലെ പ്രണയമാണത്. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ എനിക്ക് തോന്നുന്നില്ല ആ പ്രണയം ഒരു വലിയ തീമായിട്ട് ഇപ്പം വരുന്നില്ല മലയാളത്തിൽ. അതിനെക്കാട്ടി കുറേ സീരിയസ് ആയിട്ടുള്ള ലൈഫ് ഇഷ്യൂസാണ് കൂടുതലും വരുന്നത്. അഥവാ എന്തെങ്കിലും പ്രണയം വരുന്ന കാഷ്വൽ പ്രണയങ്ങളാണ്. ഒരു ഡീപ്പ് പ്രണയമൊന്നും പുതിയ സിനിമകളിലൊന്നും കാണാൻ പറ്റുന്നില്ല. ഇതൊരു സംവിധായകൻ എന്നുള്ള നിലയിൽ അങ്ങനൊരു നല്ല മാറ്റമായിട്ട് നോക്കി കാണുന്നുണ്ടോ? ഇല്ല. കാരണം നമ്മൾ എപ്പോഴും പിന്നെ വളരെ എന്താ പറയുക, അടിസ്ഥാനപരമായ ജീവിത യാഥാർത്ഥ്യങ്ങളുണ്ട്, അടിസ്ഥാനപരമായ ജീവിത മൂല്യങ്ങളുണ്ട്. ഈ മൂല്യങ്ങളിൽ നിന്നൊക്കെ മാറിപ്പോകും തോറും നമ്മുടെ എന്താ പറയുന്നത് ജീവിതത്തിൽ നമ്മൾ ഒളിച്ചോടുക. അപ്പോൾ എനിക്ക് തോന്നുന്നു പുതിയ സിനിമകൾ കൂടുതലും ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടി പോകുന്ന സിനിമകളാണ്. നമ്മൾ എസ്കേപ്പിസ്റ്റ് സിനിമകളെന്ന് ഒരു കാലത്ത് ഈ കൊമേഴ്സ്യൽ സിനിമകളെ വിളിച്ചിരുന്നു. ഇപ്പം ഈ പറയുന്ന ഈ മധ്യവർത്തി സിനിമകൾ പോലും അല്ലെങ്കിൽ കൂടുതൽ സിനിമകൾ ഒരു ഇത്തരം എസ്കേപ്പിസം ടെൻഡൻസി, വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ, കൊച്ചു ഇതിവൃത്തങ്ങൾ, ഇതൊന്നും അല്പം പോലും ഇതൊരു മേജർ വരുമ്പോൾ, ഒരു ജീവിതത്തിൻ്റെ ഒരു സമഗ്രത വരുമ്പോൾ ഇതൊരു വലിയൊരു ഇഷ്യൂ അല്ല. അങ്ങനത്തെ സിനിമകളുടെ പിന്നെ നിസ്സാരമായ ഇതിവൃത്തങ്ങളിലേക്കൊക്കെ തെന്നിപ്പോകുന്നൊരു സംശയം. ഒന്നും സീരിയസ് ആയിട്ട്, ജീവിതത്തെ സീരിയസ് ആയിട്ട് നോക്കി കാണുന്നില്ല, സമൂഹത്തെ കാണുന്നില്ല, രാഷ്ട്രത്തെ കാണുന്നില്ല. അങ്ങനത്തെ ഒരു പിന്നെ കലാസൃഷ്ടിക്ക് നിലനിൽപ്പുണ്ടാവത്തില്ല, ഒരു മൊമെൻ്ററി ആയിട്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം നമ്മൾ ഈ പുതിയ സിനിമകളെയും പുതിയ സംവിധായകരെയും തിരക്കഥാകൃത്തുക്കളെയും ഒന്നും ഓർക്കാത്തത്. സാധാരണ പറയാറുണ്ട് ഒരു പെണ്ണിന് ഒരാണ് തുണയുണ്ടായിരിക്കണം. ഇത് നമ്മുടെ ഒരു സാധാരണക്കാരുടെ കാഴ്ചപ്പാടാണ്. ശരിക്കും റിയൽ ലൈഫിൽ അത് തിരിച്ചല്ലേ? ഒരു ആണിന് ഒരു പെണ്ണില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം എന്ന് തോന്നുന്നു. ഒരു എഴുത്തുകാരൻ ഒരു ഭാവനയിൽ കൂടി ചരിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ അങ്ങയുടെ അഭിപ്രായം? അല്ല, അത് ഇത് പരസ്പര പൂരകമാണെന്നാണ് തോന്നുന്നത്. ആണിന് പെണ്ണിനെയും പെണ്ണിന് ആണിനെയും രണ്ടുപേർക്കും ഇത് ആവശ്യമാണ് ഒരു പ്രത്യേക കാലഘട്ടത്തിൽ, അല്ല ഒരാൾക്ക് മാത്രം ആവശ്യമല്ല. പിന്നെ ഇത് ഇപ്പം ഈ പറയുന്നത് പോലെ നമ്മളൊരു പൂർണ്ണമായ മാനസികമായ ഒരു ഇഴുകിച്ചേരൽ പുതിയ തലമുറയ്ക്ക് ഉണ്ടാകുന്നില്ല. ഏറ്റവും വലിയ ഉദാഹരണമാണ് ഡൈവോഴ്സസ്.
നമ്മുടെ സിനിമയൊന്നും അതൊന്നും അത്ര പോപ്പുലറായിട്ട് എടുത്ത് പ്രൊജക്റ്റ് ചെയ്യുന്നില്ല. ശരിക്കും വളരെ പ്രൊജക്റ്റ് ചെയ്യാവുന്നൊരു തീമാണ്. ഇപ്പം നമ്മുടെ കുടുംബ കോടതി എന്നൊക്കെ പറഞ്ഞാൽ ഒരു ദിവസം കുടുംബ കോടതിയുടെ വരാൻ ഞാൻ ഒരു സോഷ്യൽ അവരുടെ സോഷ്യൽ വെൽഫെയർ ബോർഡിന് വേണ്ടി ഒരു സിനിമ എടുത്തു. പകൽമഴ എന്ന് പറഞ്ഞ ഒരു സ്ത്രീധനവും അങ്ങനെയൊക്കെയുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സാധനമാണ്. ഇത് പഠിക്കാൻ വേണ്ടി, ഇത് കുറേ കേസ് സ്റ്റഡീസ് നടത്താൻ വേണ്ടി ഞാൻ കുടുംബ കോടതി ചെന്നു. അപ്പോഴാണ് ഈ കുടുംബ കോടതി എന്ന സംഭവം കാണുന്നത്. ഈ കുടുംബ കോടതി ചെല്ലുമ്പോഴാണ് മനസ്സിലാവുന്നത് എത്രയോ ഏതെല്ലാം ലെവലിലുള്ള സമൂഹത്തിൻ്റെ ഏറ്റവും താഴ്ന്ന ലെവൽ തൊട്ട് ഏറ്റവും ഉയർന്ന ലെവൽ വരെയുള്ള ആൾക്കാർ ഈ കുടുംബ കോടതിയിലെ വരാന്തയെ കാത്തു കെട്ടി കിടക്കുക. എന്താ എല്ലാം ഡൈവേഴ്സാണ്. ഒന്നും ഏജിലൊന്നുമല്ല, കല്യാണം കഴിച്ച് വിതിൻ 1 or 2 years നിൽക്കുന്ന ആൾക്കാരാണ് മുഴുവനും. അപ്പോൾ ആ കുടുംബ ബന്ധം അല്ലെങ്കിൽ പരസ്പരമുള്ള സ്നേഹബന്ധം എന്ന് നോക്കുന്നത് വളരെ ട്രിവിയലാണ്, വളരെ നിസ്സാരമായിട്ട് അവർ എടുക്കുന്നു. അങ്ങനെ ഒരു സീരിയസ് ബന്ധങ്ങളിലേക്കൊന്നും ആരും കടക്കുന്നില്ല. പക്ഷേ ഒരുപക്ഷെ ഇവിടെ ആയിരിക്കും ഈ പ്രണയത്തിൻ്റെയൊക്കെ ഒരു ആവശ്യകത വീണ്ടും നമ്മൾ തിരിച്ചറിയുന്നത്. ഞാനത് ചോദിക്കാൻ വരികയാണ്. ഒരു പക്ഷേ ഏറെ പ്രണയ സിനിമകൾ കണ്ട ഈ സമൂഹത്തിൽ, ഇന്നും കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തിൽ ഇങ്ങനെ ഡിവോഴ്സുകൾ കൂടി വരുന്നു. അതൊരു യാഥാർത്ഥ്യവശം. അപ്പോൾ ഈ സിനിമകൾക്ക് ഈ ജനങ്ങൾക്കിടയിൽ എന്തെങ്കിലും സ്വാധീനം ചെലുത്താൻ പറ്റുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ഇപ്പോഴത്തെ ജീവിതാവസ്ഥ എന്ന് പറയുന്നത് ആരും ഒരു കാര്യവും സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. എല്ലാം വളരെ ലൈറ്റായിട്ട് ഇതൊക്കെ സൈഡിൽ കൂടെ അങ്ങ് പോവുക. സിനിമ അത് സൈഡിൽ കൂടെ പോകുന്നു, സാഹിത്യം സൈഡിൽ കൂടെ പോകുന്നു. ഇതൊന്നും അവരെ അന്ന് അഫക്റ്റ് ചെയ്യുന്നില്ല. അങ്ങനത്തെ ഒരു വല്ലാത്തൊരവസ്ഥയുണ്ട്. പ്രത്യേകിച്ച് മലയാളി എന്ന് പറയുന്നത് നമ്മൾ ലിറ്ററേറ്റ് ഒരു കമ്മ്യൂണിറ്റി ആണല്ലോ, ഒരു സാക്ഷരതയുള്ളൊരു കമ്മ്യൂണിറ്റി. ഇതല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒരു കാലത്ത് ഇതല്ലായിരുന്നു ഇവിടുത്തെ ആൾക്കാർ ചെയ്തുകൊണ്ടിരുന്നത്. അവർ വളരെ സീരിയസ് ആയിട്ട് സാഹിത്യത്തെയും സിനിമയെയും ഒക്കെ കണ്ടുകൊണ്ടിരുന്ന് അതിൽ നിന്നൊക്കെ അവർക്ക് ഉൾക്കൊള്ളാനുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ജീവിതം കരുപ്പിടിപ്പിക്കാൻ പോലും പലപ്പോഴും ഇതുപോലുള്ള, ഉദാഹരണത്തിന് ഞാൻ പറയാം, പിന്നെ ഈ ടി പത്മനാഭൻ്റെ ഒരു കഥയുണ്ട്, പ്രകാശം പരത്തുന്ന പെൺകുട്ടി. അതിനകത്ത് ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ഒരാൾ ഈ പെൺകുട്ടിയുടെ ഒരു പ്രസരിപ്പൊക്കെ കണ്ട് അയാൾ പിന്തിരിയുന്നതാണ്. ഈ കഥ തന്നെ എത്രയോ പേരെ ആത്മഹത്യക്ക് നിന്ന് പിന്തിരിപ്പിച്ചതായിട്ട് പത്മനാഭൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നമുക്ക്. പക്ഷെ ഇപ്പോൾ ഒന്നുമില്ല, നമ്മളൊന്നും സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. എല്ലാം നമുക്ക് വളരെ ബിസിയാണ്. എവരിബഡി ഈസ് ആഫ്റ്റർ മണി. ഐ തിങ്ക് ആ ഒരു നെട്ടോട്ടത്തിനിടയിൽ നമ്മൾ ബാക്കി എല്ലാ മനുഷ്യബന്ധങ്ങൾ പുറത്തേക്ക് വലിച്ചെറിയുന്നു, മാനുഷിക ബന്ധങ്ങൾ വലിച്ചെറിയുന്നു, പരസ്പരമുള്ള ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ബന്ധങ്ങൾ, ഭർത്താവും കുട്ടികളും തമ്മിലുള്ള ബന്ധങ്ങൾ, അച്ഛനും മക്കളും തമ്മിലുള്ള ബന്ധങ്ങൾ, ഈ ബന്ധങ്ങളുടെ മൊത്തം ഒരു വലച്ചിൽ മലയാളി സമൂഹത്തിൽ, പ്രത്യേകിച്ച് ഇന്ത്യൻ സമൂഹത്തിലുണ്ടായിരിക്കാം, പക്ഷേ മലയാളി സമൂഹത്തിൽ നമുക്ക് വളരെ നോക്കിക്കാണാൻ പറ്റുന്നു. അപ്പോൾ വളരെ ട്രിവിയലായിട്ടൊരു സൊസൈറ്റിയിലേക്ക് നമ്മൾ മാറുന്നു എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഈ അടുത്തിടെ രഞ്ജിത്തിൻ്റെ ഒരു സിനിമ ഇറങ്ങി, വളരെ ജനശ്രദ്ധ ആകർഷിച്ച ഒരു സിനിമയായിരുന്നു സ്പിരിറ്റ്. അതിൽ പ്രണയമുണ്ട് ഒരു വശത്തൂടെ, മറ്റൊരു വശത്തൂടെ സാമൂഹ്യ പ്രശ്നമായ മദ്യപാനത്തിൻ്റെ ചില പ്രശ്നങ്ങൾ, ഒരു മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല, തെറ്റൊന്നും പറയുന്നില്ല, അതിൻ്റെ ചില പ്രശ്നങ്ങൾ കൂടി കടന്നു പോകുന്ന ഒരു കഥയാണത്. ഈ സാർ മുമ്പേ പറഞ്ഞ പോലെ പ്രണയത്തിൻ്റെ കുറേ ഏറെ സിനിമകൾ കണ്ട സമൂഹത്തിന് പ്രണയത്തിൻ്റെ സങ്കല്പങ്ങൾ, അതിൻ്റെ അർത്ഥങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നില്ല എങ്കിൽ ഇത്തരം ഈ മദ്യപാനത്തിൻ്റെ വിപത്തുകളെ പറ്റിയുള്ള ഈ സിനിമകളും ജനങ്ങളിലേക്ക് അത് എത്തുമോ? അത് എനിക്ക് ആ സ്പിരിറ്റ് നമ്മുടെ സമൂഹത്തിലൊരു മാറ്റം ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒന്നാമത് ആ സിനിമയിൽ ഡീപ്പായിട്ട് ആ ഇഷ്യൂയിലേക്ക് പോയിട്ടുമില്ല, വളരെ ഉപരിപ്ലവമായിട്ടാണ് ആ സിനിമ ചെയ്തേക്കുന്നത്. എനിക്ക് ആ സിനിമയെക്കുറിച്ച് പിന്നെ വ്യക്തിപരമായിട്ട് യാതൊരു അഭിപ്രായമില്ല. പിന്നെ രഞ്ജിത്തിൻ്റെ അതിനു മുമ്പുള്ള സിനിമകളെക്കാളും നല്ലത്. ഇപ്പോൾ അതിലൊക്കെയുള്ള എനിക്ക് ഫാർ ഇഷ്ടമാണ് പ്രാഞ്ചിയേട്ടൻ. ഓഫ്കോഴ്സ് അത് വേറൊരു തലത്തിൽ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് അവരുടെ ആ പിന്നെ അയാളുടെ മാനസികാവസ്ഥ മുഴുവൻ മനസ്സിലാക്കും. സ്പിരിറ്റ് കുറേ കൂടെ എന്താ പറയുന്നത് പ്രിട്ടൻഷനിലാണ്. അപ്പോൾ പറയാൻ ഈ സ്പിരിറ്റിന് വേണ്ടി ഈ ഒരു കാര്യം പറയാൻ വേണ്ടി ചില കാര്യങ്ങൾ കഥാപാത്രങ്ങളെ ഉണ്ടാക്കുന്നു. അങ്ങനെ ഒരു പ്രൊപ്പഗാൻഡിസ്റ്റ് മോഡലിലാണത് ചെയ്തേക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ പ്രൊപ്പഗാൻഡിസ്റ്റ് മോഡൽ ചെയ്യുന്ന ഒരു സാധനവും ജനങ്ങളിൽ എത്തത്തില്ല. ഇത്തരം സിനിമകൾക്കൊരു സമൂഹത്തിലൊരു എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഈ അടുത്തിടെ റിലീസായ കളിമണ്ണ് എന്ന ചിത്രത്തിന് വേണ്ടി ശ്വേതാ മേനോൻ പ്രസവരംഗം ചിത്രീകരിച്ചു എന്ന് പറയുന്നു. എന്തിനീ ജനങ്ങൾ ഇത്ര ഒച്ചപ്പാടുണ്ടാക്കി? നിങ്ങൾക്കൊരു മാറ്റം ആവശ്യമില്ലെങ്കിൽ, നിങ്ങൾക്ക് മാറ്റുന്ന തയ്യാറല്ലെങ്കിൽ നിങ്ങൾ എന്തിന് മറ്റൊരാളുടെ ജോലിയിൽ കയറി ഇൻ്റർഫിയർ ചെയ്യണം? അത് സിംപ്ലി പേഴ്സണൽ, അത് ഡയറക്ടറുമായിട്ടുള്ള ബന്ധം. നിങ്ങൾ തിയേറ്ററിൽ അല്ലെങ്കിൽ സ്ക്രീനിൽ എന്തോ കാണുന്നു, സ്ക്രീനിൽ നിങ്ങളതിങ്ങനെ റിലേറ്റ് ചെയ്യുന്നു എന്ന് മാത്രം നോക്കിയാൽ മതി. അല്ലാതെ യാതൊരു കോൺട്രവേഴ്സി ഇതുമില്ല. ബേസിക്കലി ശ്വേതാമേനോന് ഒത്തിരി കോൺട്രവേഴ്സീസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് അതിൻ്റെ വേറൊരു വശം. കളിമണ്ണിലെ ബ്ലസ്സി എന്ന് പറയുന്ന ഡയറക്ടറും ശ്വേതാമേനോൻ എന്ന് പറയുന്ന ആക്ട്രസും മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് അവരെന്ത് കാണിക്കുന്നു അത് പൂർണ്ണമായ ഉത്തരവാദിത്വം അവർക്ക് മാത്രമാണ്. ഇറ്റ്സ് സിംപ്ലി പേഴ്സണൽ. ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ അവരുടെ സ്വാതന്ത്ര്യമോ
പിന്നെ അല്ലെങ്കിൽ ദുസ്വാതന്ത്ര്യം എന്തും ആകട്ടെ അതിനെക്കുറിച്ചൊന്നും നമ്മൾ ബോധമല്ല. നമ്മൾ സ്ക്രീനിൽ എന്ത് കാണുന്നു അത് നമ്മളെ അഫക്റ്റ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് നമുക്ക് വരുത്താൻ പറ്റുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. പറ്റുന്നുണ്ടെങ്കിൽ ഗുഡ്, ഇല്ലെങ്കിലും വേണ്ട, നിങ്ങൾ വിട്ടേക്ക്. അല്ലാതെ ഈ കോൺട്രവേഴ്സിയൊക്കെ ഇത് നമ്മുടെ മാധ്യമങ്ങളുടെ ഒരു പ്രധാന ജോലി എന്ന് പറയുന്നത് ഇപ്പം കോൺട്രവേഴ്സി ഉണ്ടാക്കുകയാണ്. കോൺട്രവേഴ്സിയിലാണ് എല്ലാ കാര്യവും. ഇന്നലെ ശ്വേതാമേനൻ്റെ വേറൊരു കോൺട്രവേഴ്സി കത്തി നിൽക്കുമല്ലേ. അപ്പോൾ അങ്ങനെ വരുന്ന ഉടനെ ഈ കോൺട്രവേഴ്സികൾ സൃഷ്ടിക്കുക, എന്നിട്ട് ഇത് എത്ര ദിവസം നിൽക്കും? 2-3 ദിവസത്തേക്കും സബ്സിഡി ചെയ്യും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ കോൺട്രവേഴ്സി നിൽക്കുന്നത് ഈ മാധ്യമങ്ങൾ ചൂടോടെ ജനങ്ങളുടെ നയിക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു എന്താ പറയുന്ന ഒരു മെത്തേഡെന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ കളിമണ്ണിൻ്റെ കാര്യത്തിൽ മറ്റാർക്കും അതിനകത്ത് ഇടപെടാനുള്ള യാതൊരു സ്വാതന്ത്ര്യവും ഇല്ല. ഈ പറയുന്നതൊക്കെ മറ്റുള്ളവർ പറഞ്ഞിട്ടുള്ളതും അല്ലെങ്കിൽ പറഞ്ഞിരുന്നതും എല്ലാം പിന്നെ എന്താ പറയുന്നത് നോൺസെൻസുകളാണ്, വിഡ്ഢിത്തങ്ങളാണ്. നമ്മുടെ സിനിമകളിൽ ഹോളിവുഡ് സിനിമകളെ അപേക്ഷിച്ച് സംഗീതത്തിന് നമ്മൾ ഒരുപാട് ഇന്ത്യൻ സിനിമകൾ എല്ലാ ഭാഷകളുള്ളതും പ്രാധാന്യം ഏറെ കൊടുക്കുന്നുണ്ട്. സിനിമയിൽ സംഗീതമില്ലെങ്കിൽ സിനിമയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമോ? സംഗീതം ഉള്ളതുകൊണ്ട് ആകർഷണീയത കൂടുമോ? ഇല്ല, ശരിക്കും ബേസിക്കായിട്ട് പറയുന്ന സിനിമയിലെ സംഗീതം ഒരു ഇൻ്റഗ്രൽ പാർട്ടല്ല. പിന്നെ അതൊരു കച്ചവട സിനിമയാണ്. അതാണ് പ്രത്യേകിച്ച് ഇന്ത്യൻ സിനിമയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു നാടോടി കഥാ പാരമ്പര്യത്തിൽ നിന്നാണ് നമ്മുടെ സംഗീതം ഉണ്ടായത്. ഉദാഹരണത്തിന് മറാത്തി നാടകവേദിയിൽ തമാശ നാടകങ്ങളുണ്ടായിരുന്നു, അതുപോലെ ബംഗാളി നാടകവേദിയിൽ പിന്നെ ഈ നാടോടി കലാരൂപങ്ങളുണ്ടായിരുന്നു. ഇതിൽ നിന്നൊക്കെയാണ് ശരിക്കും മ്യൂസിക് നമ്മുടെ ഇതിലേക്ക് വന്നത്. അപ്പോൾ അത് നമ്മളൊരു ട്രഡീഷണൽ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് നിൽപ്പുണ്ട്. അത് എക്സ്പ്ലോയിറ്റ് ചെയ്താണ് പുതിയ പിന്നെ തലമുറ സിനിമകളിൽ, ഈ മെയിൻ മുഖ്യധാരാ സിനിമകളിൽ അത് വലിയൊരു പിന്നെ ഹംഗാമായിട്ട് മാറ്റിയത് മ്യൂസിക്കിൻ്റെ. പക്ഷേ ബേസിക്കലി മ്യൂസിക് എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയുന്നത് ഒരു ചേരുവയാണ്. അതായത് ഒരു ഷോട്ടിൻ്റെ വൈകാരികത വർദ്ധിപ്പിക്കാൻ വേണ്ടി നമുക്ക് അതിൽ ചേർക്കാവുന്ന ഒരു എക്സ്റ്റേണൽ മാർഗമാണ് ഈ സംഗീതം എന്ന് പറയുന്നത്. ഇപ്പോൾ ചേർത്തില്ലാന്നിരിക്കട്ടെ, അടൂർ ഗവാഷിൻ്റെ കൊടിയേറ്റം, അതിനകത്ത് സംഗീതമേ ഉപയോഗിച്ചിട്ടില്ല. കൊടിയേറ്റം ഇപ്പോഴും ഒന്ന് കണ്ടു നോക്കുക, എന്തെങ്കിലും നമ്മളെ അഫക്റ്റ് ചെയ്യുമെന്ന് ഇല്ല. പിന്നെ സത്യജിത് പഥേർ പാഞ്ചാലി, അതിനകത്ത് ഹരിഹർ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് വരുന്ന മെയിൻ കഥാപാത്രം വീട്ടിലേക്ക് വരുന്നു. അപ്പോൾ അതിനകത്ത് ദുർഗ എന്ന് പറയുന്ന ഒരു മകളുണ്ടായിരുന്നു, അവൾ മരിച്ചിരിക്കുന്നു. അപ്പോൾ ഈ മരിച്ച സമയത്ത് ഇവർ ഒരു ഇയാൾ ഈ പറയുന്ന ഉടനെ ഇയാളുടെ ഭാര്യ ഒരു നിലവിളിക്കുകയൊന്നും ചെയ്യുന്നില്ല, അവരിങ്ങനെ വല്ലാതെ നിൽക്കുന്നു. പക്ഷേ ഈ സമയത്ത് നമ്മൾ കേൾക്കുന്നതെന്ന് അറിയോ, ഒരു താർ ഷഹനായി എന്ന് പറയുന്ന ഒരു സിംഗിൾ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഒരു രവിശങ്കറാണ്, പണ്ഡിറ്റ് രവിശങ്കറാണ് മ്യൂസിക് കൊടുത്തേക്കുന്നത്. അതിൻ്റെ ഒരു ചില നോട്ട്സ് മാത്രമാണ് നമ്മൾ കേൾക്കുന്നത്. അതുമാത്രം മതി പിന്നെ ആ രംഗത്തിൻ്റെ ആരും കരയുകയും വേണ്ട, ഒന്നും വേണ്ട, വൈകാരികത മുഴുവൻ വർദ്ധിപ്പിക്കാൻ. അതുപോലെ എലിപ്പത്തായത്തിലൊക്കെ മ്യൂസിക് ഉപയോഗിച്ചിട്ടുണ്ട്, പിന്നെ എം.ബി. ശ്രീനിവാസൻ. അപ്പോൾ ആ മ്യൂസിക് എന്ന് വെച്ചാൽ അത് അലിഞ്ഞു ചേർന്ന് നിൽക്കും. പക്ഷേ ഇപ്പോഴത്തെ ചില ആദ്യമധ്യാന്തമായിട്ട് പശ്ചാത്തല സംഗീതം ഉപയോഗിക്കുന്നു. പിന്നെ പുതിയ സിനിമകളിലെ സംഗീതം എന്ന് പറയുന്നത് ലിറിക്സ് യാതൊരു രചനാഗുണമുള്ള ലിറിക്സ് അല്ല. അതുകൊണ്ട് തന്നെ മ്യൂസിക് പ്രീ റെക്കോർഡഡ് മ്യൂസിക്കാണ്. ഈ പ്രീ റെക്കോർഡഡ് മ്യൂസിക് കൊണ്ട് എന്താ സംഭവിക്കുന്നത്, എനിക്ക് പുതിയ സിനിമകളിലെ പല മ്യൂസിക്കും നമ്മൾ ചിലപ്പോൾ ടെലിവിഷനിലൊക്കെ കാണുമല്ലോ, എനിക്കെല്ലാം ഒരുപോലെ തോന്നിയിട്ടുള്ളൂ, ഒരു ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകതയുള്ളൊരു മ്യൂസിക്കൊന്നും പുതിയ മലയാള സിനിമകളിൽ ഉണ്ടാവുന്നില്ല. നേരെ മറിച്ച് എനിക്ക് തോന്നുന്നു അവസാനം എത്തി നിൽക്കുന്ന എം ജയചന്ദ്രൻ. ആ ജയചന്ദ്രനിൽ വരെ നമ്മൾ മ്യൂസിക് എത്തി നിൽപ്പുണ്ട്. പിന്നെ വരുന്ന എല്ലാ മ്യൂസിക് ഒരു ഓൾമോസ്റ്റ് സെയിം സാധനങ്ങളാണ് എല്ലാവരും ഉണ്ടാക്കുന്നത്. എനിക്ക് തോന്നുന്നു വെസ്റ്റേൺ ഇൻസ്ട്രുമെൻസിൻ്റെ പ്രയോഗമായിരിക്കും അവർ കൂടുതൽ ചെയ്യുന്നത്. അതിൻ്റെ പേരിലായിരിക്കും ഇങ്ങനെ ഒരു സിമിലാരിറ്റി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഐ ഡോണ്ട് നോ, പിന്നെ പ്രേക്ഷകർക്ക് എങ്ങനെ അത് ഫീൽ ചെയ്യും, പൊതുപ്രേക്ഷകർ എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് പേഴ്സണലായിട്ട് ഒരു സിമിലാരിറ്റി എല്ലാത്തിലും ഫീൽ ചെയ്യുന്നു. അതൊരു യുണീക്ക്നെസ്, സംഗീതം ഒരു മാറ്റി നിർത്തുന്ന ഒരു സംഗീതം അതിൽ നിന്ന് നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയുന്നില്ല. പക്ഷെ പണ്ടങ്ങനെ ആയിരുന്നില്ല. കാലം ഏറെ മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സാങ്കേതിക വിദ്യകളിലും അതിൻ്റെതായ മാറ്റങ്ങളും വന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ സാങ്കേതിക വിദ്യകളിൽ ഇപ്പോൾ കേരളത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സിനിമാ സങ്കേതങ്ങൾ എന്തൊക്കെയാണ് സാറ്? ഇല്ല, നമ്മൾ ടെക്നിക്കലി നമ്മളത്ര പ്രൊമോട്ടല്ല, നമ്മൾ വളരെ അഡ്വാൻസ്ഡാണ്. സാർ മുമ്പ് തന്നെ പറഞ്ഞിരുന്നു എല്ലാ ടെക്നീഷ്യൻസും അത് നമുക്ക് പിന്നെ ഇപ്പം നമ്മൾ ക്യാമറയുടെ കാര്യത്തിലാണെങ്കിലും എഡിറ്റിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും പിന്നെ ഇപ്പം ഡിജിറ്റൽ ടെക്നോളജിയാണ് നമ്മളെ ഏറ്റവും ഭരിക്കുന്നത്. അപ്പോൾ ആ ഡിജിറ്റൽ ടെക്നോളജിയിൽ നല്ല മാസ്റ്റേഴ്സ് ഇപ്പം തന്നെ നമുക്ക് നമ്മുടെ ചെറുപ്പക്കാർ മാസ്റ്റേഴ്സാണ്. എന്ത് സാധനം വേണമെങ്കിലും അവർ ചെയ്യാവുന്ന ഒരു പരിസ്ഥിതിയിൽ അവരെത്തിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ പറഞ്ഞല്ലേ ഇപ്പം
നമുക്ക് ഒരു നല്ല സോഫ്റ്റ്വെയർ ഉള്ള ഒരു കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് സാധനം വേണമെങ്കിലും അതിൽ എഡിറ്റ് ചെയ്തെടുക്കാം. ഓൺലൈൻ എഡിറ്റിംഗ് തന്നെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. ഗ്രാഫിക്സ് ഉണ്ടാക്കാം, ആനിമേഷൻ ഉണ്ടാക്കാം, എന്ത് സാധനം വേണമെങ്കിലും ഉണ്ടാക്കാം. പിന്നെ ക്യാമറ തന്നെ ഇപ്പം നമ്മൾ സ്റ്റിൽ ക്യാമറ നമ്മൾ ഇപ്പം കൂടുതലും ഷൂട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. സ്റ്റിൽ ക്യാമറയിൽ തന്നെ ഇപ്പം എൻ്റെ ഇരിക്കുന്ന ആ ക്യാമറ സ്റ്റിൽ ക്യാമറയാണ്. അപ്പോൾ എനിക്ക് അതിനകത്ത് ഫിലിം എടുക്കാം. അപ്പോൾ ആ ഒരു ടെക്നോളജി എന്ന് പറയുന്നത് കുറേ കൂടെ അത് കോസ്റ്റ് വൈസ് കുറഞ്ഞു. അതുകൊണ്ടാണ് ഈ കൂടുതൽ പേര് സിനിമ എടുക്കാൻ വരുന്നത്. അപ്പോൾ കോസ്റ്റ് വൈസ് ഇത് കുറച്ചു ടെക്നോളജി ഇതുപോലെ നേരത്തെ ആദ്യം ഇത് പണ്ട് എടുത്ത് പ്രോസസ്സ് ചെയ്ത് മൂവികളായിട്ട് ആദ്യം എഡിറ്റ് ചെയ്ത് പിന്നെ ഫൈനൽ എഡിറ്റ് ചെയ്യണം. ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് ടൈം. അത്രയൊന്നും വേണ്ട ഇപ്പം. ഇപ്പോൾ നിങ്ങൾ സ്റ്റുഡിയോയുടെ ഒരു എഡിറ്ററുടെ വീട്ടിലൊരു കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ അയാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അയാളെടുത്തിരുന്നാൽ മതി. സ്റ്റുഡിയോയിൽ പോയി ഇരിക്കുന്നുണ്ട്. അപ്പം കോസ്റ്റ് വൈസ് നമ്മളത് ഒത്തിരി കുറയുന്നു. ടെക്നോളജി വൈസ് വി ആർ ഗെറ്റിംഗ് അഡ്വാൻസ്ഡ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഈ തിയേറ്ററിൽ ഓടിക്കുന്ന ഫിലിമൊക്കെ ഇല്ലാതാവും വിതിൻ നോ ടൈം. പൂർണ്ണമായിട്ട് ഡിജിറ്റൽ ടെക്നോളജി ഇപ്പം തന്നെ ഓൺലൈനല്ലേ തിയേറ്ററിൽ സിനിമ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കേരളത്തിലൊക്കെ വളരെ ഇപ്പം കേരളത്തിൽ പോലും വളരെ സാധാരണമാണത്. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ടെക്നോളജി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ടെക്നീഷ്യൻസ് തന്നെ എക്യുപ്ഡാണ് താനും. ഈ ടെക്നോളജിയുടെ കടന്നുവരവ് കൂടിക്കഴിഞ്ഞപ്പോൾ, ടെക്നോളജിയുടെ സ്വാധീനം കൂടിയപ്പോൾ, അത് വിരൽത്തുമ്പിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു പക്ഷേ നല്ലതായ സിനിമയെ പഠിക്കാതെ, സിനിമ നല്ലതായിട്ട് അറിയാതെ സിനിമ എടുക്കാൻ ഇറങ്ങി പുറപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. ഇതൊരു അപകട സ്ഥിതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കും. തീർച്ചയായിട്ടും അത് മോൻസി അത് വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് അത് ചോദിച്ചത്. അപ്പം നമ്മൾ ചെറിയ ഷോർട്ട് ടൈം കോഴ്സൊക്കെ കണ്ടക്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ ആഴ്ചയിൽ ഒത്തിരി പേര് നമ്മൾ പരിചയപ്പെടും. സാർ ഞാൻ ആൽബം ചെയ്തിട്ടുണ്ട്, മറ്റേ ചെയ്തിട്ടുണ്ട് എന്നുണ്ട്. ഞാൻ ശരി, ഇത് പതുക്കെ ഒന്ന് പഠിക്കാൻ നോക്കെ, നമുക്ക് എന്നിട്ട് നോക്കാം. 2-3 ആഴ്ച കഴിയുമ്പോൾ പിന്നെ അവർ ഇതിനെക്കുറിച്ച് ഒന്നും പറയത്തില്ല. കാരണം അവർക്ക് മനസ്സിലായി അവർ ചെയ്തതെല്ലാം വിട്ടിത്തമാണ്. അപ്പോൾ അവർക്ക് ഈ ടെക്നോളജിയെ പറ്റി എന്നിട്ട് ഈ ടെക്നോളജി ഈ ഫിലിം മേക്കിങ്ങിനായിട്ട് നന്നായിട്ട് അറിയാവുന്ന ഒരാൾ വളരെ ശ്രദ്ധിച്ച് മാത്രമേ ഇത് ചെയ്തു. അല്ലാത്തവൻ വളരെ ഈസി ആയിട്ട് പോയി എഡിറ്റ് ചെയ്യാടും. നമുക്ക് പ്രധാനമായിട്ട് വന്നേക്കുന്ന ആ ഒരു കാര്യമാണ്. ഇതൊന്നും ബേസിക്കായിട്ട് അങ്ങനെയൊന്നും പഠിച്ചവരൊന്നും അല്ല. എവിടെയെങ്കിലും അസിസ്റ്റൻ്റായിട്ടോ അല്ലെങ്കിൽ കണ്ടും കേട്ടോ ഒക്കെ പഠിച്ചവരൊക്കെയാണ്. ഇവരെവിടെയെങ്കിലും ഒരു പ്രൊഡ്യൂസറെ സംഘടിപ്പിക്കും, കുറേ ചെറുപ്പക്കാർ ഒരുമിച്ച് കൂടും, ഒരു തീം ഉണ്ടാക്കും, അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും മോഷ്ടിക്കും, ഈ സാധനം ഉണ്ടാക്കും, എടുത്ത് ചാടുക. പിന്നെ അതിനകത്ത് ഉദാഹരണത്തിന് കുറേ സ്റ്റാർ റേറ്റിംഗ് ഉള്ള ആർട്ടിസ്റ്റ് ഉണ്ട്. ഈ ആർട്ടിസ്റ്റിനെ അങ്ങ് 2-3 പ്ലേസ് ചെയ്താൽ മതി. സാറ്റലൈറ്റ് റൈറ്റ് സേഫ്, ഇടയ്ക്ക് സിനിമ ആകും. അപ്പോൾ ഈ സിനിമയുടെ മൂല്യത്തെ പറ്റിയോ ഈ സിനിമ എത്ര കാലം നിലനിൽക്കുന്നതിനെ പറ്റിയോ അല്ലെങ്കിൽ നിലനിൽക്കേണ്ടതിനെ പറ്റിയോ ഒന്നും ഇവർക്ക് ചിന്തയില്ല. ഇവർക്കൊരു സിനിമ തല്ലിക്കൂട്ടുക. അപ്പോൾ അത് കാഴ്ചക്കാർ കാണുകയോ കാണാതിരിക്കുക പോലും അവർക്ക് പ്രശ്നമല്ല. കാരണം അവർക്ക് മുടക്ക് മുതൽ തിരിച്ചു കിട്ടണം. അത് കിട്ടുന്നുണ്ട്. സാറ്റലൈറ്റ് റൈറ്റ് കൂടെ കാരണം അത് ചാനൽസ് അല്ലേ. ഈ ചാനലുകാർക്ക് ഈ ദിവസവും പിന്നെ 24 hours അല്ലേ ചാനലെല്ലാം. എവിടെയെങ്കിലും കാണിക്കണ്ടേ, സംഭവം വേണ്ടേ, എന്തെങ്കിലും പുതിയതില്ലെങ്കിൽ ആരെങ്കിലും ഇത് സബ്സ്ക്രൈബ് ചെയ്യുമോ? അപ്പോൾ അവർക്ക് പുതിയ പുതിയ സിനിമകൾ വേണം. അപ്പോൾ സ്റ്റാർ റേറ്റിംഗ് ഉള്ള നടീനടന്മാരെ ഉൾപ്പെടുത്തുക മാത്രം ചെയ്താൽ മതി. എന്നിട്ടൊരു സിനിമ തല്ലിക്കൂട്ടുക. അങ്ങനെ തല്ലിക്കൂട്ടുന്ന ഒരു എനിക്ക് തോന്നുന്നു 70% സിനിമകളും അങ്ങനെ ഉണ്ടാക്കുന്നതാണ്. സാറിപ്പോൾ പറഞ്ഞുകൊണ്ട് ബന്ധപ്പെട്ടൊരു ഉദാഹരണം പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നു. ഈ അടുത്തിടെ ഇറങ്ങിയ ഒരു സിനിമയാണ് കടൽ കടന്നൊരു മാത്തുക്കുട്ടി. സൂപ്പർ സ്റ്റാർ ചിത്രം തന്നെയാണ്. അതിൻ്റെ എന്താ പറയുന്നത് സാറ്റലൈറ്റ് റേറ്റ് ആയിരുന്നു ഇതുവരെയുള്ള റെക്കോർഡിൽ ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് നിൽക്കുന്നത്. അതെ, ഇതേ സംഭവം തിയേറ്ററിൽ എത്തി കഴിഞ്ഞപ്പോൾ ഇത് കുപ്പുകുത്തി വീണു ആ സിനിമ. അല്ല സർ, തിയേറ്റർ ഒരു സിനിമ ഓടി വിജയിക്കണമെന്ന് ഇപ്പം ഇല്ല. ഈ മുടക്കുമുതൽ തിരിച്ചു കിട്ടാനോ അല്ലെങ്കിൽ മുടക്കുമുതൽ കൂടുതൽ തിരിച്ചു കിട്ടാനോ ഒത്തിരി പല ടൈപ്പ് ഉണ്ട്. വീഡിയോ റൈറ്റ് അങ്ങനെയൊക്കെ ഒത്തിരി റൈറ്റ് ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇപ്പം പിന്നെ അവന് 2 കോടി മുടക്കി ഒരു സിനിമ ഉണ്ടാക്കിയെന്നിരിക്കട്ടെ, അവന് ഈ സാറ്റലൈറ്റ് റൈറ്റ് എല്ലാം കൂടെ ചിലപ്പോൾ 3 കോടി കിട്ടും. പിന്നെ ഇതിന് വൈ ഷുഡ് ഈ ഗോ ഫോർ തിയേറ്റർ? അപ്പോൾ തിയേറ്റർ റിലീസ് വന്നാലും പിന്നെ ജനങ്ങൾക്കും അതിനും വലിയ താല്പര്യമൊന്നുമില്ല. നമ്മുടെ ഈ തിയേറ്ററിൽ പോകുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കുറഞ്ഞില്ല. ഞാനതുകൊണ്ട് പറഞ്ഞൊരു ചെറുപ്പക്കാർ മാത്രമേ പോകുന്നുള്ളൂ. ഒരു സീനിയേഴ്സ് എന്നൊക്കെ പറഞ്ഞ ഒരു ഭാഗമൊക്കെ വളരെ പിന്നെ ഇതുപോലെ അറിയാവുന്ന ഡയറക്ടർമാരുടെ സിനിമ കാണുമ്പോൾ വരുമ്പോഴേ പോകത്തുള്ളൂ. അതുപോലെ കമലിൻ്റെ സിനിമ വരുമ്പം പോകുന്ന കുറേ സീനിയേഴ്സ് കാണും, ഈ പിന്നെ ഉള്ള ആൾക്കാർ കാണും. അല്ലെങ്കിൽ പുതിയതിൽ അങ്ങനെ ആരും പോവില്ല. അപ്പോൾ ഇതൊരു അപകടകരമായ അവസ്ഥയല്ലേ? കാരണം എന്തും തട്ടി കൂട്ടിയിട്ട് സാറ്റലൈറ്റ് അല്ല, അതുകൊണ്ട് ഇപ്പം സാറ്റലൈറ്റ് ഇപ്പം പ്രശ്നമായി വരുന്നു. ഒരു കോമ്പറ്റീഷൻ നിൽക്കുക. അപ്പോൾ സാറ്റലൈറ്റുകാർ പഴയ പോലെ റേറ്റ് കൊടുക്കുന്നില്ല. ഇത് എല്ലാത്തിനൊരു അവസാനം ഉണ്ടാകത്തില്ലേ? ഇതിങ്ങനെ സുഖര പ്രസവം എന്ന് പറയുന്ന പോലെ പ്രസവിച്ച് കൂട്ടുക.
ഇതിലിത് ആരെയായിരുന്നു? ഫിലിം ഇൻഡസ്ട്രി നന്നാക്കുന്നുണ്ടോ? പ്രേക്ഷകനെ നന്നാക്കുന്നുണ്ടോ? ഒന്നുമില്ലല്ലോ. സിനിമാ രംഗത്തിന് പൊതുവെ നഷ്ടമല്ലേ. അപ്പോൾ ഇതിനിടയിൽ നല്ല സിനിമാക്കാർ കോമ്പീറ്റ് ചെയ്യാൻ അവർ ശ്രമിക്കുന്നുമില്ല. കാരണം എന്താ പറയുക, അവർക്ക് നിലനിൽപ്പില്ല. ഇടയ്ക്ക് വളരെ സംവിധായകർ തമ്മിൽ ചില സൂപ്പർ സ്റ്റാറുകളും സംവിധായകരും തമ്മിലുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് സൂപ്പർ സ്റ്റാറുകളെയൊക്കെ അടച്ച് ആക്ഷേപിക്കുകയും സിനിമകളിൽ നിന്ന് ഒഴിവാക്കുകയും വ്യത്യസ്തമായ തലത്തിൽ സഞ്ചരിക്കുകയും ഒക്കെ ചെയ്തു. ഇത്തരം ചില പ്രവണതകൾ ഉണ്ടാവാറുണ്ട്. അതൊക്കെ ഡിപ്പെൻസ്, പേഴ്സണൽ അല്ലേ, നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ഈ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നത് അല്ല സിനിമയെ നിലനിർത്തേണ്ടത്. സൂപ്പർ സ്റ്റാറോ പിന്നത്തെ വരുന്ന സ്റ്റാറുകളോ ഒന്നും അല്ല സിനിമയെ നിലനിർത്തേണ്ടത്. സിനിമയെ നിലനിർത്തേണ്ടത് സംവിധായകരാണ്. ആ സിനിമയെ നിലനിർത്തേണ്ടത് സംവിധായകരാണെന്ന് തിരിച്ചറിവ് വരുന്നതോടുകൂടി ഇതെല്ലാം ഈ വിവാദങ്ങളൊക്കെ ശൂന്യമാവും. വിവാദങ്ങളൊക്കെ ഒന്നും പ്രസക്തിയില്ലാതാവും. അത് തിരിച്ചറിയാൻ ആരും തയ്യാറാവുന്നില്ല. കാരണം എന്താ പറയുക, ഇപ്പോഴേ നിലവിലുള്ള സംവിധായകരെന്ന് പറയുന്നതും ഒക്കെ ഇവരുടെയൊക്കെ പിന്നെ സഹായം കൊണ്ട് നിലനിൽക്കുന്നവരാ. അപ്പോൾ അവർക്ക് അവരുടെ എക്സിസ്റ്റൻസ് ഇതായതുകൊണ്ട് അവർക്ക് മറ്റു മാർഗ്ഗമില്ല. പക്ഷേ യഥാർത്ഥത്തിൽ സംവിധായകൻ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ സംവിധായകർ ഇപ്പോഴത്തെ സംവിധായകരുടെ വ്യത്യാസമല്ലേ. ഇപ്പോഴത്തെ ആരാ ഡിക്റ്റേറ്റ് ചെയ്യുന്നത്? നടന്മാരാണ്. പണ്ട് സംവിധായകരായിരുന്നു തീരുമാനിക്കുന്നത്. അപ്പോൾ ആ ഒരു വ്യത്യാസം മാത്രം. അപ്പോൾ സംവിധായകർ സൂപ്പർ സ്റ്റാറായി നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് സിനിമ നീങ്ങേണ്ടത്. അല്ലാതെ സിനിമയിൽ അഭിനയിക്കുന്നവർ സൂപ്പർ സ്റ്റാർ ആവുന്ന ഒരു അവസ്ഥയിലേക്കല്ല. അങ്ങനെ വരുമ്പോൾ കാര്യങ്ങൾ അവർ ഡിക്റ്റേറ്റ് ചെയ്യും. അത് എല്ലാവിധം പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്തുന്നതായിരിക്കത്തില്ല. നല്ല സിനിമ ഉണ്ടാവുന്നത് കുറയുകയും ചെയ്യും. സാർ ഒരു സംവിധായകനാണ്, അതിലുപരി നല്ല ഒരു സിനിമ നിരൂപകൻ കൂടിയാണ്. ഇതിന് രണ്ടിനും സാറിനെ അവാർഡുകൾ തേടിയെത്തിയിട്ടുണ്ട്. സിനിമ നിരൂപകൻ എന്നുള്ള നിലയിൽ പുതുതായി വരുന്ന സിനിമാ വിദ്യാർത്ഥികൾക്ക് അങ്ങയുടെ പുസ്തകങ്ങൾ എത്രത്തോളം പ്രയോജനമുള്ളവയായിരിക്കും? അവർക്ക് വേണ്ടിയുള്ള അങ്ങയുടെ സംഭാവനകൾ എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞില്ല, സിനിമാ പഠനത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ആദ്യമേ തന്നെ ഞാൻ സിനിമ എഴുത്തു തുടങ്ങിയിരുന്നു. പക്ഷേ അതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം, എല്ലാവരും ചെയ്യുന്ന പോലെ ഞാൻ ഫിലിം റിവ്യൂസ് അങ്ങനെ എഴുതാറില്ല. ഏതെങ്കിലും ഒരു സിനിമ കണ്ടേച്ച ഉടനെ സിനിമയെക്കുറിച്ച് എഴുതാറില്ല. പക്ഷേ ഞാൻ സിനിമയെക്കുറിച്ച് പഠിക്കാറുണ്ട്. സിനിമയെക്കുറിച്ച് പഠിക്കുകയും അതിൻ്റെ ആസ്വാദനങ്ങളും അല്ലെങ്കിൽ നിരൂപണങ്ങൾ അതൊക്കെ വേറെ ലെവലിൽ നിൽക്കുന്നതാണ്. അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോൾ അത് കുറേ എൻ്റെ ആദ്യത്തെ എൻ്റെ സിനിമാ പുസ്തകം ഞാൻ നേരത്തെ പറഞ്ഞു മലയാള സിനിമയും സാഹിത്യവും. അത് സിനിമാ പഠനമായിരുന്നു. അതായത് എങ്ങനെ ഒരു സാഹിത്യകൃതി സിനിമയിലേക്ക് മാറ്റപ്പെടുന്നു, മൊഴിമാറ്റം എങ്ങനെ നടത്തപ്പെടുന്നു, അതിൻ്റെ സൈദ്ധാന്തികമായ കാര്യങ്ങൾ, അതിൻ്റെ പ്രായോഗികമായ കാര്യങ്ങൾ, അങ്ങനെയുള്ള ഒരു കാര്യങ്ങളെക്കുറിച്ചുള്ള വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് മലയാളത്തിൽ ആദ്യം ഉണ്ടാകുന്ന ഒരു സിനിമാ പഠന ഗ്രന്ഥമെന്നുള്ള നിലയിലാണ് അത് അംഗീകരിക്കപ്പെട്ടത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പിന്നെ സിനിമാ പഠനത്തിന് ഒരു ദിശാബോധം നൽകാൻ ആ പുസ്തകത്തിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെ പിന്തുടർന്ന് തന്നെ പലരും അത്തരം പുസ്തകങ്ങൾ പിന്നെ അതുപോലെയുള്ള പുസ്തകങ്ങൾ പുറത്തിറക്കാൻ ശ്രമിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഞാനും പിന്നെ എൻ്റെ ഈ സിനിമാ പഠനമായിട്ട് ബന്ധപ്പെട്ട ലേഖനങ്ങളും അലിവിൻ്റെ മന്ദാരങ്ങൾ അങ്ങനെ ആദ്യത്തെ ഒരു ലേഖന സമാഹാരമാണ്. പിന്നെ ഒരു ബാർലി വയലുകളെ ഉലയ്ക്കുന്ന കാറ്റ് എന്ന് പറഞ്ഞൊരു പുസ്തകം, അത് അതിൻ്റെ ലോക സിനിമയെ പറ്റിയുള്ള ഒരു ഇതാണ്. ലോക സിനിമയെ പറ്റി ഇപ്പോൾ ഏറ്റവും എൻ്റെ ഉള്ളതൊരു പുസ്തകവും ലോക സിനിമയുടെ മൂന്നാം കണ്ണെന്നാണ്. അപ്പോൾ അതിൻ്റെ ഈ ഫെസ്റ്റിവലിൽ കണ്ട ഏറ്റവും പുതിയ സിനിമകളെ പറ്റി, മൂന്നാം ലോക രാജ്യങ്ങളിലെ സിനിമകളെ പറ്റി, ഈ പോരാട്ടങ്ങളുടെയും അതുപോലെ അങ്ങനെയുള്ള സൈദ്ധാന്തികമായ ഈ പിന്നെ തത്വശാസ്ത്രമായ കാര്യങ്ങളെക്കുറിച്ചുള്ള അങ്ങനത്തെ വെറും ഒരു ലോവർ ലെവലിൽ നിൽക്കുന്ന സിനിമകളെക്കുറിച്ചല്ല, വളരെ സീരിയസ് ആയിട്ട് കാണുന്ന സിനിമകളെക്കുറിച്ചുള്ള ഒരു പഠന സമാഹാരമാണ് ഇതുപോലെ. ഇപ്പോഴും എൻ്റെ ലേഖനങ്ങളുടെ ഒരു സമാഹാരം പുറത്തിറക്കി, കാലത്തിൻ്റെ അടരുകൾ എന്ന് പറഞ്ഞു. പിന്നെ ഇതിനിടയിൽ ഒരു ദിഷാദത്തിൻ്റെ സ്ക്രിപ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, അത് ഇതാണ്. പിന്നീട് പുസ്തകത്തിൻ്റെ തന്നെ മലയാള സിനിമയിലെ അവിസ്മരണീയർ, അതായത് ഏറ്റവും പിന്നെ നമ്മുടെ സിനിമയിൽ ഓർമ്മിക്കപ്പെടേണ്ടവരും പക്ഷേ മറക്കപ്പെട്ടവരുമായിട്ടുള്ള അവരുടെ പഴയകാല നടന്മാർ മാത്രമല്ല, അതിനകത്ത് വിതരണക്കാർ വരും, നിർമ്മാതാക്കൾ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സീരീസ് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിൽ ആദ്യത്തെ സീരീസ് പുസ്തകം പ്രസിദ്ധീകരിച്ചു, അതിന് രണ്ടാം പതിപ്പും വന്നു. അപ്പം പക്ഷേ ഇനി അടുത്ത് തന്നെ ഈ പുസ്തകം ഇങ്ങനെ പുറത്ത് പുസ്തകത്തിന് ഡിമാൻഡ് വരുന്നുണ്ട്, തീർക്കാനുള്ള വെറുതെ എനിക്ക് പുസ്തകം എഴുതാൻ പറ്റത്തില്ല. കാരണം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ പിന്നെ സമഗ്രമായ പഠനത്തിന് ശേഷം അല്ലാതെ അത് പുറത്തിറക്കാൻ പറ്റത്തില്ല. ഇത്തരം ഏതെങ്കിലും വലിയ പുസ്തകങ്ങളുടെ ഒരു ഇംഗ്ലീഷ് പരിഭാഷ ഒരു വേൾഡ് അല്ല ശരിക്കും പിന്നെ പറഞ്ഞു ചോദിച്ചോ ഇത്തരം പുസ്തകങ്ങൾ എന്താ പറയുന്ന ഒരു ഇന്റർനാഷണൽ ഓഡിയൻസ് ഇത്തരം ആധികാരികമായ ഗ്രന്ഥങ്ങളുടെ ഇംഗ്ലീഷ് പരിഭാഷ ഒരുപക്ഷെ ഉണ്ട് എങ്കിൽ അതൊരു പക്ഷേ ഇന്റർനാഷണൽ ഓഡിയൻസിനോട് അത് പ്രയോജനപ്പെടും, റീഡേഴ്സിന് പ്രയോജനപ്പെടും. അതിനെപ്പറ്റി എന്തെങ്കിലും
ഇപ്പം ഞാൻ ഈ ഇറങ്ങുന്ന ഇന്ത്യൻ സിനിമ 100 വർഷം 100 സിനിമ, അത് പക്ഷേ ഞാൻ ഇംഗ്ലീഷിലും ചിലപ്പം ഇത് കഴിഞ്ഞിട്ട് ഇംഗ്ലീഷിലേക്ക് മാറ്റും. പക്ഷെ അല്ലാതെ തന്നെ എനിക്ക് ഇംഗ്ലീഷിലൊരു പബ്ലിക്കേഷൻ ഒരു ഓൾറെഡി പ്രപ്പോസ്ഡ് ആണ്. ഞാൻ ഇന്ത്യൻ സിനിമ ലിറ്ററേച്ചർ, എനിക്ക് നാഷണൽ നമ്മളെ പിന്നെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് എനിക്കൊരു ഫെലോഷിപ്പ് തന്നു, സീനിയർ ഫെലോഷിപ്പ് 2 വർഷത്തേക്ക്. അപ്പോൾ അവരുടെ ഫെലോഷിപ്പ് മൂലം ഞാൻ പഠിച്ചത് ഇന്ത്യൻ സിനിമയും സാഹിത്യവും എന്ന വിഷയത്തെ പറ്റിയാണ്. അപ്പോൾ ഇന്ത്യയിലെ എല്ലാ ലാംഗ്വേജിലെയും പിന്നെ ലിറ്ററേച്ചറും സിനിമയായിട്ട് തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പഠിക്കാം. പിന്നെ ആ പഠനം പൂർണ്ണമായി അത് ഞാൻ ഇംഗ്ലീഷിൽ തന്നെ എഴുതുന്ന പുസ്തകം. അപ്പോൾ അങ്ങനെ ഇൻ്റർനാഷണൽ ഓഡിയൻസിന് വേണ്ടിയുള്ള ആദ്യത്തെ പുസ്തകം ഞാൻ ഇംഗ്ലീഷിൽ ചെയ്യുന്നത് ഇതായിരിക്കും. സത്യം ഞാൻ ചെന്നേ ചെയ്യേണ്ടതാണ്, ഈ സമയക്കുറവ് കൊണ്ട് ഇതിനെ നീണ്ട് ഇപ്പോൾ ഇടയ്ക്ക് ഓരോ പ്രൊജക്റ്റ് വരത്തില്ലേ, അപ്പോൾ ഇടയ്ക്ക് ഡോക്യുമെൻ്ററി വരും, എല്ലാം വരും. ഇനി ഒരു മേജർ ഫീച്ചർ ഫിലിം എൻ്റെ ഒരു പ്രൊജക്റ്റായിട്ട് മുമ്പിൽ നിൽപ്പുണ്ട്, അതുവരെ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഫ്രീ ആയിട്ട് ചെയ്യാമെന്ന് മാറി അന്തരിച്ച് പോയ സുനിൽ ഗംഗോപാധ്യായ എന്ന് പറയുന്ന ഒരു ബംഗാളി നോവലിസ്റ്റുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു നോവൽ എനിക്ക് അന്നേ അദ്ദേഹം റൈറ്റ് തന്നതാണ്. നമ്മുടെ ഇൻഡിപെൻഡൻസ് സ്ട്രഗിളിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു സാധനമാണ്, നല്ലൊരു പുസ്തകം. പിന്നെ അതുപോലെ മലയാളത്തിൽ 3 സബ്ജക്റ്റിൻ്റെ ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഇതുപോലുള്ള പുതുതലമുറ സാധനമൊന്നും അല്ല, അതുകൊണ്ട് പക്ഷേ ഇതിനൊക്കെ നമുക്ക് സമയം വേണം, പിന്നെ തക്ക ഫണ്ടിങ്ങിനുള്ള ആൾക്കാരും വേണ്ടേ, അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടാണ്. അപ്പം തക്കതായ ഫണ്ടിങ് ഇപ്പോൾ ഫണ്ടിങ് എനിക്കൊന്ന് ഇറങ്ങിത്തിരിച്ചതിനൊന്നും എനിക്ക് ഫണ്ടിങ് ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. നമ്മൾ ഇറങ്ങിത്തിരിക്കാത്ത കുഴപ്പമേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് അതിലൊക്കെ ഫിലിം മേക്കിങ്ങിലേക്ക് മാത്രം മാറണമെന്നുള്ള ഒരു പിന്നെ ആഗ്രഹമുണ്ട്. അത് 2014 നടത്തണമെന്നാണ് മുഖ്യമായ ഒരു ആഗ്രഹം. അങ്ങനെ നടക്കുക, അതാണ് പ്രതീക്ഷ. സാറൊരു ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലെ ജൂറി കമ്മിറ്റി അംഗം എന്നുള്ള നിലയിലും അല്ലാതെയും ഒരുപക്ഷെ ലോകം മൊത്തം ചുറ്റി സഞ്ചരിച്ച ഒരു ആളാണ്. ലോകത്തിലെ ഒരുപാട് രാജ്യങ്ങളെ സംസ്കാരങ്ങൾ അടുത്ത് അറിഞ്ഞിട്ടുള്ള ആളുമാണ്. ഈ ലോക സംസ്കാരങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം വളരെ ഉന്നതമാണ് എന്നുള്ളത് ഒരുപക്ഷെ അങ്ങ് തീർച്ചയായും സമ്മതിക്കും. എങ്കിൽ പോലും ലോക ഫിലിം ഫെസ്റ്റിവലുകളിൽ അങ്ങ് കണ്ട വ്യത്യസ്തമായ എന്തെങ്കിലും മാതൃകകൾ നമുക്ക് അനുകരിക്കാൻ പറ്റുന്നതുണ്ടോ? ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലുകളും ലോകത്തെ ഫിലിം ഫെസ്റ്റിവലുകളും നമ്മൾ ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് കേരളത്തിലെ ഒരു ഫിലിം ഫെസ്റ്റിവൽ, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫിലിം ഫെസ്റ്റിവലാണ് കേരള ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള. ഇന്ത്യയിലെ ഏറ്റവും നല്ല ഫെസ്റ്റിവലാണ് ഇൻ ടേംസ് ഓഫ് ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഓൾസോ. പക്ഷേ കുഴപ്പം വരുന്നത് ക്രൗഡാണ്. നമ്മൾ ഒരു ഫിലിം ഫെസ്റ്റിവലിൻ്റെ ഡിസിപ്ലിൻ നമ്മുടെ ഇന്ത്യക്കാർക്ക് ഇനിയും സ്വായത്തമാക്കാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു അല്പമെങ്കിലും അത് നിലനിർത്താൻ അവർ ശ്രമിക്കുന്നത് ഗോവ ഫിലിം സൊസൈറ്റിയാണ്. ഗോവ ഫിലിം ഗോവ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലാണ്. അത് സർക്കാരിൻ്റെ അധീനതയിലുള്ളതാണ്. പക്ഷേ അത് ഓവറായിപ്പോയി, ഒത്തിരി റെസ്ട്രിക്ഷൻസൊക്കെ വെച്ച് അതങ്ങ്. ഇപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യവും പിന്നെ തിയേറ്ററിൽ പോകുമ്പം പിന്നെ ഫ്ലൈറ്റിൽ കയറുന്ന പോലെയാണ് നമ്മളെ ഇങ്ങനെ അടിമുടി ചെക്ക് ചെയ്യുന്ന, അത് കുറേ ഓവറായി തോന്നുന്നു. ഇപ്പം വിദേശങ്ങളിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പം വിദേശങ്ങളിൽ എന്ന് വെച്ചാൽ സിനിമ കാണണ്ടോ മാത്രമേ സിനിമ കാണാൻ പോകാറുള്ളൂ. വളരെ പിന്നെ ഡിസിപ്ലിൻഡ് ഓഡിയൻസാണ്. അതിപ്പോൾ ഇവിടെ അബുദാബി ഫിലിം ഫെസ്റ്റിവലായാലും അത് തന്നെയാണ്. അബുദാബി ഫിലിം ഫെസ്റ്റിവലിൽ കൂടുതലും ഫോറിനേഴ്സാണ്, വെസ്റ്റേണേഴ്സാണ് കൂടുതലും വരുന്നത്. അപ്പോൾ ആ ഡിസിപ്ലിൻഡ് ഓഡിയൻസ്. ഇപ്പോൾ ഞാൻ എൻ്റെ തുടക്കം മുംബൈ ഫിലിം ഫെസ്റ്റിവലിലായിരുന്നു പിന്നെ ജൂറിയായിട്ട്. അത് ഞാൻ ജപ്പാനിൽ പോയി, ദെൻ ഓസ്ട്രേലിയ, ദെൻ ഇസ്താംബൂൾ, ദെൻ മാൻഹീം ഹൈഡൽബർഗ് ജർമ്മനിയിൽ, പിന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ഫെസ്റ്റിവലുകളൊന്നായ ടൊറൻറ്റോ, അതുപോലെ ലോകത്തിലെ ഏറ്റവും വലിയ ഈസ്റ്റേൺ ഭാഗത്തെ ഏറ്റവും വലിയ ഫെസ്റ്റിവലാണ് ബുസാൻ, സൗത്ത് കൊറിയ. അപ്പോൾ ഈ ഫെസ്റ്റിവലിലൊക്കെ പോയ അതിൽ ഇവിടെ എല്ലാം ഒരു ഡിസിപ്ലിൻഡ് ഓഡിയൻസിനെ എനിക്ക് കാണാൻ കഴിഞ്ഞു. അത് നമ്മുടെ കേരളത്തിലോ പൊതുവെ ഇന്ത്യയിൽ, കേരളത്തിൽ ഒരു രക്ഷയില്ല. കേരളത്തിലൊരു സ്വച്ഛമായിട്ടൊരു സിനിമ കാണാൻ ഫെസ്റ്റിവലിൽ പറ്റത്തില്ല, അത്രയ്ക്ക് ക്രൗഡാണ്. അപ്പം അങ്ങനെ നമ്മൾ ഇത് ഫിലിം ഫെസ്റ്റിവൽ ജനകീയമാക്കേണ്ടതല്ല. ഫിലിം ഫെസ്റ്റിവൽ കാണികളുടെ സൗകര്യത്തിന് വേണ്ടിയുള്ളതാണ്. കാണികൾ വളരെ എക്സ്ക്ലൂസീവായിട്ട് സിനിമ കാണാൻ വരുന്ന കാണികളാണ്. അവർക്ക് വേണ്ടി ഒരു ഇത് നമ്മൾ അരങ്ങൊരുക്കുകയാണ്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഫിലിം ഫെസ്റ്റിവലിൽ ജൂറിയായിട്ടുള്ള യാത്രയും അതിനു മുമ്പേ ഞാൻ ധാരാളം ലോകയാത്രകൾ നടത്തിയിട്ടുണ്ട്. എൻ്റെ സ്വന്തം ചിലവിൽ തന്നെ നടത്തിയിട്ടുണ്ട്. ഞാൻ ഈ നൈജീരിയയിൽ പണ്ട് ജോലി ചെയ്തതാണ്. നൈജീരിയയിൽ ഉണ്ടാക്കിയ പണം മുഴുവൻ യാത്ര ചെയ്ത് തീർത്ത ഒരു മനുഷ്യനാണ് ഞാൻ. അപ്പോൾ അങ്ങനെ പിന്നെ അന്ന് സ്വന്തം ചിലവിൽ ലോകത്ത് മുഴുവൻ ഞാൻ യാത്ര ചെയ്തു. പക്ഷേ ഇപ്പോഴത്തെ ഈ ഫെസ്റ്റിവൽ ചിലവിൽ നമ്മൾ ലോകരാജ്യങ്ങൾ കാണുന്ന ഒരവസ്ഥയുണ്ട്. ഏറ്റവും കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടുന്ന സഞ്ചാരമാണ്. അപ്പം ഞാൻ ഈ സഞ്ചാരം വെറുതെ വെച്ചുള്ള അതെല്ലാം എഴുതാറുമുണ്ട്. എൻ്റെ ഒരു സഞ്ചാര സാഹിത്യ പുസ്തകമുണ്ട്, ശലഭയാത്രകൾ എന്ന് പറഞ്ഞ ഒരു പുസ്തകമുണ്ട് എനിക്ക്. എൻ്റെ യൂറോപ്യൻ യാത്രകളെക്കുറിച്ചുള്ള ഒരു പുസ്തകമാണ്. പിന്നെ അടുത്ത ഒരു യാത്രയുടെ വഴിയമ്പലങ്ങൾ എന്ന് പറഞ്ഞൊരു പുസ്തകം ഇപ്പം ഉടനെ വരുന്നുണ്ട്. അത് പിന്നെ ഇന്ത്യൻ യാത്രകളാണ്.
അപ്പോൾ തന്നെ 1-2 മാഗസിനിൽ ഞാൻ സ്ഥിരമായിട്ട് യാത്ര എഴുതാറുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് യാത്ര ഏറ്റവും നല്ല. ഇപ്പോൾ അബുദാബി നമ്മൾ ഒരു 2-3 മാസത്തിനിടയിൽ അബുദാബി യാത്രയും ഒക്കെ അതിനകത്ത് ഉണ്ടാവാം. അപ്പോൾ അങ്ങനെ യാത്രകൾ എപ്പോഴും. അപ്പോൾ ഫിലിം ഫെസ്റ്റിവലുകൾ ഒരു അർത്ഥത്തിൽ പുതിയ സിനിമകളെ കണ്ടെത്താനും വേറെ അർത്ഥത്തിൽ പുതിയ സംസ്കാരത്തെയും രാജ്യങ്ങളെയും കണ്ടെത്താനും സഹായിക്കുന്നുണ്ട്. പുതുതായ സിനിമകളിലേക്ക് കടന്നു വരുന്ന പുതിയ തലമുറയോട് അങ്ങേക്ക് കൊടുക്കാനുള്ള ഉപദേശം എന്താണ്? എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത്, നിങ്ങൾ വെറുതെ സിനിമാ മേഖലയിലേക്ക് കടന്നു വരരുത്. സിനിമയെക്കുറിച്ച് ബേസിക്കായിട്ടുള്ള അറിവ് സമ്പാദിക്കുക. അത് ഒന്നിൽ ഏതെങ്കിലും സംവിധായകരുടെ കൂടെ പ്രവർത്തിച്ച് അത് സമയമെടുക്കും. പിന്നെ വായിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളിൽ പഠിക്കാൻ ശ്രമിക്കുക. എന്തായാലും സിനിമയെ സമഗ്രമായിട്ട് പഠിക്കാതെ, അതായത് സിനിമയുടെ സ്ക്രിപ്റ്റിങ് മുതൽ അല്ലെങ്കിൽ എൻ്റെ ഇതിവൃത്തം മുതൽ അവസാനം സൗണ്ട് റെക്കോർഡ് എല്ലാം ചെയ്ത് മിക്സ് ചെയ്ത് പുറത്തിറങ്ങുന്നിടം വരെയുള്ള ഭാഗങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് പഠിക്കാതെ ഈ മേഖലയിലേക്ക് ഇറങ്ങി വരരുത്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ നിങ്ങൾക്ക് പറയാൻ എന്തെങ്കിലും ഉണ്ടായിരിക്കണം. മറ്റുള്ളവർക്ക് വേണ്ടിയല്ല നിങ്ങൾ പറയാൻ ശ്രമിക്കുന്നത്. നിങ്ങളുടെ ഈ സമൂഹത്തോട് എന്തെങ്കിലും പറയാനുണ്ടോ, നിങ്ങൾ എന്തെങ്കിലും എക്സ്പ്രസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ, അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം സിനിമ എടുക്കുക. അല്ലെങ്കിൽ നിശബ്ദരായിരിക്കുക. അതുവരെ നിങ്ങൾക്ക് പറയാനുണ്ടാവുന്നിടം വരെ നിശബ്ദരായിരിക്കുക. നിങ്ങളുടെ ഒരു സിനിമയ്ക്ക് വേണ്ടി ഇവിടെ ആരും കാത്തിരിക്കുന്നില്ല. പക്ഷേ നിങ്ങളുടെ നല്ല സിനിമകൾക്ക് വേണ്ടി ഇവിടുത്തെ മുഴുവൻ പ്രേക്ഷകരും കാത്തിരിക്കുന്നുണ്ട്. വളരെ ഭാരിച്ച ഒരു ഉത്തരവാദിത്വം നിറവേറ്റിക്കൊണ്ടിരിക്കുന്നതിനിടയിലും ഓർത്തഡോക്സ് ടിവിക്കും അതിൻ്റെ പ്രേക്ഷകർക്കും വേണ്ടി ബഹുമാനപ്പെട്ട മധു സാർ അദ്ദേഹത്തിൻ്റെ വിലയേറിയ സമയം നമുക്ക് വേണ്ടി ചെലവഴിച്ചു. ഈ ഫിലിം ഫെസ്റ്റിവലിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം വളരെ അനിവാര്യമാണ്. അതിനിടയ്ക്കിൽ നമുക്ക് ലഭിച്ച സമയവും വളരെ വിലപ്പെട്ടതാണ്. ബഹുമാനപ്പെട്ട സാറിനോട് ഓർത്തഡോക്സ് ടിവിക്ക് വേണ്ടി പ്രേക്ഷകർക്ക് വേണ്ടിയുള്ള നന്ദി ഞങ്ങൾ അറിയിക്കുന്നു. ഓർത്തഡോക്സ് ടി വി പ്രേക്ഷകർക്ക് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. നമസ്കാരം.